യുദ്ധക്കൊതിയന്മാരാണ്. ചോര കണ്ടാൽ മടുക്കില്ല. യുദ്ധം ചെയ്താലും 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 തീരില്ല. പ്രതികാരം ചെയ്താലും ചെയ്താലും തീരില്ല. എത്ര പേരെ കൊന്നാലും തീരില്ല. കുഞ്ഞുങ്ങളെ കൊന്നാലും തീരില്ല. സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടാലും കുഴപ്പമില്ല. ഡെമോക്രാറ്റിക് അല്ല, ഓട്ടോക്രാറ്റിക് ആണ്, സോഷ്യലിസ്റ്റ് അല്ല, റൈറ്റ് എക്സ്ട്രീമാണ്, സെക്യുലർ അല്ല, കമ്മ്യൂണൽ ആണ്. ആരാധിക്കാനുള്ള, ഒരു മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം അപകടത്തിലാവുമ്പോ എന്ത് ജനാധിപത്യമാണ്? ഇയാൾ ഭയങ്കര സംഭവമാട്ടാ. ഇയാൾക്ക് 15 മില്യൺ സപ്പോർട്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ 1.5 മില്യൺ സപ്പോർട്ടേഴ്സ് ഉണ്ട്. ആ VD സതീശന്റെ നോക്കിയേ 4 ലക്ഷം പേരേ ഉള്ളൂ ആകെ ലൈക്സ്. ഇയാൾക്കൊന്നും ഒരു ജനപിന്തുണയില്ല. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് മൈനോറിറ്റി പൊതുശത്രുവാണ് എന്നുള്ളൊരു ധാരണ ഉണ്ടാക്കി. അപ്പൊ എത്നിക് ഇഷ്യൂസ് ഈ ഏകാധിപതികളായ ആളുകൾ ഇത് മുതലെടുക്കും. നമ്മുടെ നാട് ഇപ്പോഴും ഹിറ്റ്ലറാണോ ഭരിക്കുന്നതെന്നല്ല, നമ്മുടെ നാട് ഇപ്പോഴും ഭയമാണോ ഭരിക്കുന്നതെന്ന്. ഈ ജർമ്മനി എങ്ങനെ ഏകാധിപതിയുടെ കയ്യിലെത്തിയെന്ന് നോവലൊന്നും കാണൂല. ഭയങ്കര ക്രാഫ്റ്റാണ് ആ പുസ്തകത്തില്. ഏത് സാഹചര്യത്തിലാണ് ഇത് ജനങ്ങളുടെ മനസ്സിൽ സ്വാധീനമുണ്ടാക്കുന്നത്? പോരാടുക തന്നെ, ചെറുത്തു നിൽക്കുക തന്നെ, നിലയ്ക്കാത്ത പോരാട്ടത്തിലെ പടയാളികളായി മാറുക. സങ്കടങ്ങളുണ്ട്, ആകുലതകളുണ്ട്. പക്ഷെ സങ്കടപ്പെട്ടിരിക്കാൻ, വിഷമിച്ചിരിക്കാൻ, പ്രയാസപ്പെട്ടിരിക്കാൻ, നിരാശപ്പെട്ടിരിക്കാൻ, പിന്തിരിഞ്ഞോടാൻ, തളർന്നു പോകാൻ പറ്റില്ല. നമ്മുടെ ഈ പുസ്തകോത്സവത്തിൽ ഇങ്ങനെ ഒരു സെഷനിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാൻ വലിയ ആമുഖങ്ങളില്ലാതെ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഒരു ജനാധിപത്യവാദിയുടെ ആകുലതകൾ എന്നാണ് വിഷയം. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഒരു ജനാധിപത്യവാദിയായത് എന്ന് പറയാതെ എൻ്റെ ആകുലതകൾ എന്താണെന്ന് എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പറ്റില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ചരിത്രം എന്ന് പറയുന്നത്, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത വിഷയമായിരുന്നു. പ്ലാസി യുദ്ധം നടന്നത് ഈ വർഷമാണ്, മറ്റേ യുദ്ധം നടന്നത് കുറേ കാണാതെ പഠിക്കണം. ഞാൻ വിചാരിച്ചു എന്തിനാണ് ഇത് പഠിക്കുന്നത്, പഠിച്ച് മാർക്കൊക്കെ വാങ്ങിച്ചു. പക്ഷെ പിന്നീട് ആദ്യമായി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി ഞാൻ വായിച്ചപ്പോഴാണ് ചരിത്രം എന്താണെന്ന് എനിക്ക് ബോധ്യമായത്. ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി ശരിക്കും പറഞ്ഞാൽ ഒരു കവിതയാണ്. ഞാൻ കവിതയാണെന്നേ പറയുള്ളൂ. ലോക ചരിത്ര സംഗ്രഹമാണ്. ആ വലിയ മനുഷ്യൻ്റെ പേനത്തുമ്പിൽ നിന്ന് ലോകത്തെ ചരിത്രവും ലോകത്തെ പ്രത്യയശാസ്ത്രങ്ങളും ലോകത്തിൻ്റെ സിവിലൈസേഷനും എല്ലാം ഇത്ര ഭംഗിയാണ് വിവരിച്ചു വന്നത്. സത്യത്തിൽ ചരിത്ര വായനയിലേക്ക് കടക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് പണ്ഡിറ്റ്ജിയാണ്. പിന്നീട് ഞാൻ പതുക്കെ പഴയ കാലത്തെ കാര്യങ്ങളെല്ലാം വായിച്ചു തുടങ്ങി. പിന്നീട് ഞങ്ങളൊരു സംഘം ഉണ്ടായി. ആ സംഘത്തിൻ്റെ പ്രധാന ജോലി ചരിത്രം വായനയിൽ ഒരു കാലഘട്ടം ഞങ്ങൾ അടയാളപ്പെടുത്തി. 1-ാം ലോക മഹായുദ്ധത്തിനും 2-ാം ലോക മഹായുദ്ധത്തിനും ഇടയിലുള്ള ലോകത്തിൻ്റെ ചരിത്രം. അപ്പോൾ ഞങ്ങൾ 5-6 കൂട്ടുകാരുണ്ട്. ഞങ്ങൾ ആ കാലഘട്ടത്തെ, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ആ കാലഘട്ടത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കും. പ്രത്യേകിച്ച് ഹോളോകോസ്റ്റ് ലിറ്ററേച്ചർ എന്നാണ് അതിന് പറയുന്നത്. ആ ദുരന്തങ്ങളൊക്കെ ഉണ്ടായതിനെക്കുറിച്ചുള്ള ലിറ്ററേച്ചറാണ്. പിന്നെ ഞങ്ങൾ ആ കാലഘട്ടത്തെക്കുറിച്ചുള്ള സിനിമകൾ കാണും. പിന്നെ യൂറോപ്പിൽ പോകും ശരിക്കും. എന്നിട്ട് ഈ 2-ാം ലോക മഹായുദ്ധകാലത്തെ വലിയ ദുരന്തമുണ്ടായ പോളണ്ടിലെ, വിയന്നയിലെ, ജർമ്മനിയിലെ സ്ഥലങ്ങളെല്ലാം സന്ദർശിക്കും. അപ്പോൾ അത് എന്നെ വല്ലാതെ അത് സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോൾ റൈസ് ആൻഡ് ഫോൾ ഓഫ് തേർഡ് റൈക്ക് എന്ന് പറയുന്ന വില്യം ഡ്യൂററിൻ്റെ ഒരു പുസ്തകമുണ്ട്. 1943-ലോ 1945-ലോ ആണ് അത് ഇറങ്ങിയത്. സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ ഉടനെ. അതായത് തേർഡ് റൈക്ക് എന്ന് പറയുന്നത് ഒരു നാസിസത്തിൻ്റെയാണ്. നാസിസത്തിൻ്റെ ഉദയത്തെക്കുറിച്ചാണ്. എങ്ങനെയാണ് ഒരു ഫാസിസം തന്നെയാണല്ലോ നാസിസം ഒന്ന് പേരിട്ട് വിളിക്കുന്നത്. എങ്ങനെയാണ് ഒരു ഫാസിസം വരുന്നത്, എങ്ങനെയാണ് ഏകാധിപത്യം വരുന്നത്, എങ്ങനെയാണ് ജനാധിപത്യ അവകാശങ്ങൾ അടിച്ചമർത്തപ്പെടുന്നത്, എന്താണ് അവരുടെ മെത്തേഡ്, അവരുടെ ഐഡിയോളജി എന്താണ്, ഏത് സാഹചര്യത്തിലാണ് ഇത് ജനങ്ങളുടെ മനസ്സിൽ സ്വാധീനമുണ്ടാക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തേർഡ് റൈക്ക് ഈ എങ്ങനെ ഒരു ജനാധിപത്യ രാജ്യത്തിൽ, ജർമ്മനി ഒരു ജനാധിപത്യ രാജ്യമായിരുന്നു. ജർമ്മനിയിൽ ഹിറ്റ്ലറെ പോലുള്ള ഒരു നാസിസ ഫാസിസ്റ്റിന് അത് കൊണ്ടുവരാൻ ഇടയായ സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്.
ഓരോ രാജ്യത്തെയും ഏകാധിപതികളുടെ കൈകളിൽ എത്തിക്കുന്നതും ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെടുന്നതിൻ്റെയും പുറകിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക ഘടകം വലിയ വലുതായിട്ടുണ്ട്. പിന്നെ അതിനുശേഷം സ്പ്ലെൻഡിഡ് ആൻഡ് വൈൽ എന്ന് പറയുന്ന ചർച്ചിലിനെ കുറിച്ചുള്ള ഒരു മനോഹരമായ പുസ്തകം. പിന്നെ ലെനിൻഗ്രാഡ്, അന്നാ റീഡിൻ്റെ ലെനിൻഗ്രാഡ് പിടിച്ചടക്കുന്ന ഒരു ഇതാണ്. പിന്നെ ബാറ്റിൽ ഓഫ് D-Day, ബാറ്റിൽ ഓഫ് നോർമാൻഡി എന്ന് പറയുന്ന ആൻ്റണി വീവറിൻ്റെ ഒരു പുസ്തകം. പിന്നെ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വായിച്ചു കാണും ആനി ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ. ഞാൻ കുറച്ച് പുസ്തകങ്ങൾ ഇങ്ങനെ പറഞ്ഞതല്ല. ഈ പുസ്തകങ്ങൾ നമ്മളെ പൊള്ളിക്കുകയും വല്ലാതെ പൊള്ളിക്കുകയും വേദനിപ്പിക്കുകയും നിരാശപ്പെടുത്തുകയും നമ്മളെ വല്ലാത്ത സംഘർഷത്തിലാക്കുകയും ചെയ്ത പുസ്തകങ്ങളാണ്. ഒരു കാലഘട്ടത്തിൻ്റെ, ഒരു ജനതയെ, യുദ്ധം, സാമ്പത്തിക പ്രശ്നങ്ങൾ, ഏകാധിപതിയുടെ അടിച്ചമർത്തലുകൾ, തടവറകൾ. അപ്പോൾ ഇത് ഹിറ്റ്ലർ, മുസോളിനി, പോൾ പോട്ട്, സ്റ്റാലിൻ തുടങ്ങിയ ആളുകളെല്ലാം, പിന്നീട് നമ്മൾ ക്രൂഷേവ് മെമ്മേഴ്സ് കൂടി വായിച്ചപ്പോൾ സ്റ്റാലിൻ്റെ കാലഘട്ടത്തിലുള്ള കുറേ കൂടി കാര്യത്തെക്കുറിച്ചൊക്കെ കിട്ടും. അപ്പം ഞാൻ എപ്പോഴും 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതി എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ അസംബ്ലിയുടെ ഇതിൽ ഒരു പുസ്തകം ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു പുസ്തകം പറഞ്ഞത് നോബൽ ലൊറേറ്റായ, ഞാൻ ആ പേര് തെറ്റിപ്പോവും, ഇഷിറോ സോ എന്ന് പറയുന്ന ജാപ്പനീസ് റൈറ്റർ ഉണ്ട്, റിമൈൻഡ്സ് ഓഫ് ദ ഡേ എന്ന് പറയും. അതിൽ ശരിക്ക് ഈ ജർമ്മനി എങ്ങനെ ഏകാധിപതിയുടെ കയ്യിലെത്തിയെന്ന് നോവലൊന്നും കാണൂല, ഭയങ്കര ക്രാഫ്റ്റാണ് ആ പുസ്തകത്തിൽ. ഒരു ബട്ട്ലറുടെ കഥയാണ് പറയുന്നത്. അതിൻ്റെ ഇടയിൽ ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞ് ജർമ്മനിയെ ബ്രിട്ടനും അമേരിക്കയും കൂടി സാമ്പത്തികമായി ഒറ്റപ്പെടുത്തി വല്ലാത്ത എക്കണോമിക് ബ്ലോക്കേഡ് എല്ലാം വന്ന് വലിയ ദുരന്തം ഉണ്ടായ സമയത്താണ്. അപ്പോൾ ഒരു വലിയ അനാർക്കി, അത് വലിയ പ്രധാനപ്പെട്ട ഘടകമാണ്. അരാജകത്വം നാട്ടിൽ നിലനിൽക്കുന്നു, ഭയങ്കര പ്രശ്നം, ആളുകൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട്, പ്രയാസം. ആ സമയത്താണ് ഗീബൽസ് ഹിറ്റ്ലറെ അവതരിപ്പിക്കുന്നത്, ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. വലിയ ഡ്രം ബീറ്റൊക്കെ ഉണ്ടാക്കും, ഈ ലൈറ്റൊക്കെ ഒന്ന് വലിയ മിന്നിത്തള്ളി, നമ്മൾ പറയില്ലേ ട്രാൻസ് എന്ന് പറയില്ലേ, ഒരു പ്രത്യേക അവസ്ഥയിൽ നമ്മളെ എത്തിക്കും. അപ്പോൾ ഹി വാസ് എ വെരി ഗുഡ് ഒറേറ്റർ, ഇയാൾ നന്നായിട്ട് പ്രസംഗിക്കും. അപ്പോൾ ജർമ്മൻ ജനതയുടെ മനസ്സിലേക്ക് ഇയാളങ്ങ് ഇരച്ചു കയറുകയാണ്. അപ്പോൾ ഗീബൽസാണ് ഇയാളെ പ്രസൻറ്റ് ചെയ്യുന്നത്. എങ്ങനെ? ഗീബൽസിൻ്റെ ബുദ്ധിയിലാണ് പ്രസൻറ്റ് ചെയ്യുന്നത്, ആശയങ്ങൾ കൊടുക്കുന്നത് ഗീബൽസാണ്. അപ്പോൾ ജർമ്മൻ ജനതയ്ക്ക് ഒരു രക്ഷകനായി ഹിറ്റ്ലർ അവതരിക്കുകയാണ്. അല്ലാതെ ജർമ്മനിയിലെ ആളുകൾ ജനാധിപത്യവാദികളല്ലാന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, ജനാധിപത്യവാദികളാണ്. ഒരുപക്ഷെ നമ്മളെക്കാൾ വലിയ ജനാധിപത്യവാദികളാണ്. ആ ജനാധിപത്യവാദികളുടെ ഹൃദയത്തിലേക്ക് ഒരു ഏകാധിപതിയായ ഒരാൾക്ക് കടന്നു കയറാൻ പറ്റിയതിൻ്റെ സാമൂഹ്യ, രാഷ്ട്രീയ, സാമ്പത്തിക സാഹചര്യം അത് നമ്മളെപ്പോഴും പരിശോധിക്കണം. എനിക്ക് ഈ റിമൈൻഡ്സ് ഓഫ് ദ ഡേ അതൊരു വലിയ പാഠം കൂടിയാണ് എനിക്ക് തന്നത്. അതിങ്ങനെ ചെന്ന് അതിങ്ങനെ കയറി. അപ്പോൾ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതി, അപ്പോൾ നമ്മൾ ഈ സ്റ്റാലിൻ ഉണ്ടാക്കിയ ഗുലാഗുകൾ അല്ലേ, ആ കാലഘട്ടത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾ, ഇതെല്ലാം ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ആളുകൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റാലിൻ്റെ തന്നെ ക്യാബിനറ്റ് മെമ്പേഴ്സിനെ കൊല ചെയ്തിട്ടുണ്ട്. കൂടെ ഇരുന്ന് വർത്തമാനം പറയുന്ന ആളെ ചിലപ്പോൾ വൈകുന്നേരം കാണാൻ പറ്റില്ല. സുപ്രീം സോവിയറ്റിലെ ആളുകളെ കാണാൻ പറ്റില്ല, എല്ലാവരെയും ഭയമായിരുന്നു. അതുപോലെ തന്നെ ഹിറ്റ്ലറുടെ കാലത്ത് ഒരുപാട് ആളുകളെ കൊല ചെയ്തു, മുസോളിനി കൊല ചെയ്തു. അപ്പോൾ ഏകാധിപതികളായ ഭരണാധികാരികൾ, ഇപ്പോൾ നിങ്ങൾ കേട്ടില്ലേ, റഷ്യയിലെ പ്രതിപക്ഷ നേതാവിനെ വിഷം കൊടുത്താണ് കൊന്നത്, സ്ലോ പോയ്സണിങ് ആണ് റഷ്യയിലെ പ്രതിപക്ഷ നേതാവ് കൊല ചെയ്യപ്പെട്ടത് പുട്ടിൻ്റെ ഏകാധിപത്യ ഭരണത്തിൻ്റെ കീഴിൽ. അപ്പോൾ ഈ 20th സെഞ്ച്വറിയുടെ ഈ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് നമ്മളെ ഭയപ്പെടുത്തുന്ന ഓർമ്മകളാണ്. അപ്പം ജനാധിപത്യത്തിൻ്റെ മഹിമ എന്താണ്, ജനാധിപത്യത്തിൻ്റെ സവിശേഷത എന്താണ് എന്ന് നമ്മളെ വല്ലാതെ ഓർമ്മപ്പെടുത്തി ആ കാലഘട്ടത്തെക്കുറിച്ചുള്ള ചരിത്ര വായന. അപ്പം ജനാധിപത്യം എന്ന് പറയുന്നത് എത്ര വിലപ്പെട്ടതാണ്, അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എത്ര വലുതാണ്, പൗരസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്, ഫ്രീ ആൻഡ് ഫെയർ മീഡിയ എന്ന് പറയുന്നത്, അന്നൊക്കെ ഒറ്റ മീഡിയയുള്ളൂ, ഒഫീഷ്യൽ മീഡിയ, അന്ന് പ്രിൻ്റ് മീഡിയ മാത്രമേ ഉള്ളൂ. ഒഫീഷ്യൽ മീഡിയ, ഔദ്യോഗിക ജിഹ്വയിലൂടെ മാത്രമേ വാർത്ത പുറത്തു വരികയുള്ളൂ, പലതരത്തിൽ വരില്ല, പലതരത്തിൽ വാർത്തയൊന്നും പുറത്തു വരില്ല. അവർ തീരുമാനിക്കുന്ന വാർത്തകൾ മാത്രമേ പുറത്തു വരുള്ളൂ. ആര് ജീവിച്ചിരിക്കുന്നു, ആര് മരിച്ചുപോയി എന്നൊന്നും ആർക്കും അറിയാൻ പറ്റില്ല. അപ്പോൾ എഴുത്തുകാർ തടവിലാക്കപ്പെടും, നാട് കടത്തപ്പെടും. ഞാൻ എപ്പോഴും കോട്ട് ചെയ്യുന്നത്
ബർത്തോൾഡ് ബ്രത്തിൻ്റെ മനോഹരമായ കവിതയാണ്. നാട് വിട്ടുപോയി അദ്ദേഹം അമേരിക്കയിൽ. അമേരിക്കയിൽ വെച്ചൊരു ജർമ്മൻകാരനെ കാണുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതയാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത്, നമ്മുടെ നാട് ഇപ്പോഴും ഭയമാണോ ഭരിക്കുന്നതെന്നാണ്. നമ്മുടെ നാട് ഇപ്പോഴും ഹിറ്റ്ലറാണോ ഭരിക്കുന്നതെന്നല്ല, നമ്മുടെ നാട് ഇപ്പോഴും ഭയമാണോ ഭരിക്കുന്നതെന്ന്. ഞാൻ അത് കേട്ടിട്ടാണ് പിന്നെ ഇവരെക്കുറിച്ച്, ഈ ഏകാധിപതികളെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ നോക്കിയപ്പോൾ ഇവരെല്ലാം ഭീരുക്കളായിരുന്നു, ഭയങ്കര ഭീരുക്കളായിരുന്നു. ഹിറ്റ്ലർ ഭീരുവായിരുന്നു, സ്റ്റാലിൻ ഭീരുവായിരുന്നു, മുസോളിനി എല്ലാം ഭീരുക്കളാണ്. ഇൻസെക്യൂരിറ്റിയാണ് അവരെ അലട്ടിയിരുന്നത്. ഒരുപക്ഷെ ഈ ക്രൂരമായ കൊലപാതകങ്ങളിലേക്കും ആളുകളെ ജയിലുകളിലേക്ക് അയച്ചതിൻ്റെയും പ്രധാനപ്പെട്ട ഹേതു ഇവരുടെ ഭീരുത്വമായിരുന്നു. അപ്പോൾ അത് നമുക്കൊരു ശക്തിയാണ്. എന്താണ് ശക്തി? നമ്മളല്ല ഭീരുക്കൾ, അവരാണ് ഭീരുക്കൾ, നമ്മളാണ് ധൈര്യമുള്ളവർ. ഈ സ്വേച്ഛാധിപത്യത്തെയും ഏകാധിപത്യങ്ങളുമാണ് ഭീരുക്കൾ. അവരെ എതിർക്കേണ്ട നമ്മളാണ് ധൈര്യമുള്ളവർ. ഈ ഭീരുക്കളെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റും. അത് ഓരോന്നിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പം അന്നുണ്ടായ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, ആവർത്തിച്ച് പറയുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും, അതാണ് ഞാൻ ഹോളോകാസ്റ്റ് ലിറ്ററേച്ചർ എന്ന് ആ കാലഘട്ടത്തെക്കുറിച്ച് ഒരുപാട് സംഭവങ്ങൾ, ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പ് പറഞ്ഞ പോലത്തെ ഒരുപാട് സംഭവങ്ങൾ വന്നിട്ടുണ്ട്, അതുമായിട്ട് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ആകുലത എന്താണ് എന്ന് ചോദിച്ചാൽ, എൻ്റെ ജനാധിപത്യ ബോധ്യങ്ങൾ, എൻ്റെ കൺവിക്ഷൻസ്. ഇപ്പം എനിക്ക് തോന്നുവാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതി 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലും ആവർത്തിക്കപ്പെടുകയാണ്. വേറെ ഫോർമാറ്റില്ല. ഇപ്പം നിങ്ങൾ ചോദിക്കും എവിടെ ഗീബൽസ് എന്ന് ചോദിക്കും. ഗീബൽസിന് പകരം ഭരണാധികാരികൾക്ക് PR ഏജൻസികളെത്ത്. അവർ ഗീബൽസാണോ ബെസ്റ്റ്, അവരാണോ ബെസ്റ്റ്? ഗീബൽസ് പരിമിതമായ സാഹചര്യം, ഇത്രയും ടെക്നോളജി ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ഗീബൽസ് ഇത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഗീബൽസിനെ കുറിച്ച് പറയുന്നത്, ഗീബൽസ് ഒരു ഫിസിക്കലി ഡിസേബിൾഡ് ആയിരുന്നു. അപ്പം അദ്ദേഹം ജർമ്മൻകാരോട് പറഞ്ഞു, ജർമ്മനിയും ഫ്രാൻസും തമ്മിലുള്ള യുദ്ധത്തിനിടയിൽ അദ്ദേഹം തടവുകാരനായി പിടിക്കപ്പെട്ടു. അപ്പോൾ ജയിലിൽ വെച്ച് ടോർച്ചർ ചെയ്തപ്പോഴാണ് ഫിസിക്കലി ഡിസേബിൾഡ് ആയതെന്ന് പറഞ്ഞു. നുണയായിരുന്നു. അദ്ദേഹം ജന്മനാ ഫിസിക്കലി ഡിസേബിൾഡാണ്. അപ്പോൾ ഗീബൽസ് ജനങ്ങളെ പറ്റിച്ചു, ജർമ്മൻകാരെ. അപ്പം നമുക്ക് തോന്നില്ല, നമ്മുടെ ശത്രു രാജ്യവുമായിട്ടുള്ളൊരു യുദ്ധത്തിനിടയിൽ ശത്രുവിൻ്റെ തടവറയിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ട ഒരാൾ, നമുക്കൊരു സിമ്പതി ഉണ്ടാവില്ലേ? ആ സിമ്പതി അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത് എന്തു നുണയും അതുപോലെ സത്യമാക്കി മാറ്റാൻ പറ്റും. ഇപ്പോഴത്തെ PR ഏജൻസികൾ ഈ 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ചെയ്യുന്ന എന്താ? നുണകളാണ്, അല്ലേ? നുണകൾ സത്യമാക്കിയാണ് ഗീബൽസ് ചെയ്തത്. പുതിയ ഫോർമാറ്റിൽ പുതിയ ടെക്നോളജിയുടെ സഹായത്തോടു കൂടി ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു തീവ്ര വലതുപക്ഷവാദം, അത് ജനാധിപത്യത്തിനെതിരാണ്. ജനാധിപത്യവാദികളായി അഭിനയിച്ചുകൊണ്ട് തീവ്ര വലതുപക്ഷവാദത്തിലേക്ക് പോകുന്നത് തന്നെ ഒരു കാപട്യമാണ്. ഒരു ജനാധിപത്യവാദിക്കൊരു തീവ്ര വലതുപക്ഷവാദിയാകാൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആ എക്സ്ട്രീം റൈറ്റ് എന്ന് പറയുന്നത് സാമ്പത്തിക കാര്യങ്ങളിൽ, മറ്റു കാര്യങ്ങൾ, സമീപനങ്ങളിൽ. പിന്നെ ഇവർ ജനാധിപത്യ അവകാശങ്ങളെ കൃത്യമായിട്ട് അടിച്ചമർത്തും, പല രീതിയിൽ ഭയപ്പെടുത്തും, പേടിപ്പിക്കും. പിന്നെ അന്നും ഉണ്ടായിരുന്നു, അന്ന് ജൂതന്മാർക്കെതിരായിട്ടാണ്, അവരാണ് പൊതുശത്രുവായിട്ട് ഡിക്ലെയർ ചെയ്തത്. ഇപ്പം നമ്മുടെ രാജ്യത്ത് മൈനോറിറ്റി പൊതുശത്രുവാണ് എന്നുള്ളൊരു ധാരണ ഉണ്ടാക്കി. അപ്പോൾ എത്നിക് ഇഷ്യൂസ് ഈ ഏകാധിപതികളായ ആളുകൾ ഇത് മുതലെടുക്കും. ഞാനിത് ഇന്ത്യയിൽ മാത്രമുള്ള കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്, കുറേ കൂടെ വൈഡർ ആംഗിളിലാണ് പറയുന്നത്. എക്രോസ് ദ വേൾഡ്, ബ്രസീലിൽ, ടർക്കിയിൽ, റഷ്യയിൽ, ഒരുപാട് രാജ്യങ്ങളിൽ ഇതുപോലുള്ള ഏകാധിപതികളായ ഭരണാധികാരികൾ വരികയാണ്. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുക, ഡിബേറ്റുകളെ ഇല്ലാതാക്കുക. അവർ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ജനാധിപത്യം എന്ന് പറയുന്നത് ഡിബേറ്റാണ്, ഡിസ്കോസാണ്. ആ വാദപ്രതിവാദങ്ങളിൽ നിന്നൊരു ഔട്ട്കം ഉണ്ടാവും. ആരോഗ്യകരമായ വാദപ്രതിവാദങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു ഔട്ട്കം, ഓരോ വിഷയത്തിൻ്റെയും എല്ലാ വ്യത്യസ്തമായ വശങ്ങളും ചർച്ച ചെയ്ത് പല വീക്ഷണങ്ങൾ, പല കോണുകളിൽ നമ്മളിപ്പോൾ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ, ഇപ്പം ഞാൻ രാവിലെ ഒരു ഇരുമ്പുലക്ക പോലെ ഒരു അഭിപ്രായമായിട്ട് വരും വീട്ടിൽ നിന്ന്. ഞാനത് 4-5 പേരായിട്ടിരുന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ ഇരുമ്പുലക്ക ഒടിഞ്ഞു നുറുങ്ങിപ്പോവും, അല്ലെങ്കിൽ പൊടിഞ്ഞു പോവും. കാരണം വേറെ 4 ആംഗിൾ എന്നോട് പറയുകയാണ് ആൾ. അപ്പോൾ എനിക്ക് ബോധ്യപ്പെടുകയാണ്, ഞാനപ്പോൾ ഇരുമ്പുലക്ക എടുത്ത് താഴെ വയ്ക്കുകയാണ്. അത് ഒരുപാട് ആളുകൾ ഒരു വിഷയത്തെക്കുറിച്ച് വ്യത്യസ്തമായ ആംഗിളിൽ സംസാരിച്ചുള്ള ഒരു ഇൻ്ററാക്ഷൻ, വേണമെങ്കിൽ ഒരു ഡിബേറ്റ്, വേണമെങ്കിൽ ഒരു ഡിസ്കോഴ്സ്, ഒരു വാദപ്രതിവാദം നടന്നു കഴിയുമ്പോൾ
എല്ലാ വശങ്ങളെയും പരിഗണിച്ചുകൊണ്ട്, എല്ലാ കാര്യങ്ങളെയും പരിഗണിച്ചുകൊണ്ട് നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. അതാണ് ജനാധിപത്യം. അതാണ് ജനാധിപത്യം. എല്ലാവരുടെയും ഉത്കണ്ഠകൾ, അവരുടെ സംഘർഷങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ, നമ്മളൊരു കാര്യം നടപ്പിലാക്കുമ്പോൾ ആരെയാണ് അത് ബാധിക്കുന്നത്, അവർക്ക് എങ്ങനെ, അവരുടെ ജീവിതത്തെ അതെങ്ങനെ ബാധിക്കും എന്നൊക്കെയുള്ള ചിന്തകൾ, മറ്റുള്ളവർക്ക് അഭിപ്രായം പറയാനുള്ള അവരുടെ സ്വാതന്ത്ര്യത്തെ നമ്മൾ ബഹുമാനത്തോടു കൂടി, നമുക്ക് നെഹ്റു പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് ഡിസെൻഡ് ചെയ്യാം, നമുക്ക് വ്യത്യസ്തമായ അഭിപ്രായം പറയാം, പക്ഷെ നമ്മളോട് ഡിസെൻഡ് ചെയ്യാൻ ഉള്ള ഒരാളുടെ ഒരു അവകാശം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, എന്താണ് ആ പറയുന്നതിൽ കാര്യമുണ്ടോ. അപ്പോൾ അതൊന്നും ഇപ്പോൾ നടക്കുന്നില്ല. ഈ ജനാധിപത്യ അവകാശങ്ങൾ അടിച്ചമർത്തുകയാണ്. പിന്നെ രണ്ടാമത്തത്, ഈ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ നടന്നതുപോലെ ഒരു ഇൻസെക്യൂരിറ്റി ഒരു വിഭാഗം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയാണ്. ഭയങ്കരമായ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കിയാണ്. ആ ഇൻസെക്യൂരിറ്റി എപ്പോഴും ഒരു അസ്വസ്ഥതയാണ്. അതൊരു പോളറൈസേഷനിലേക്ക്, ജാതീയമായി, മതപരമായി, വംശീയപരമായി ഒക്കെയുള്ള ധ്രുവീകരണത്തിലേക്ക് അത് നയിക്കും. അത് നയിക്കാൻ വേണ്ടിയിട്ട് ഈ ഡിവിഷൻ ഉണ്ടാക്കുക എന്നത് ഒരു ജനാധിപത്യത്തിനെതിരായി നിൽക്കുന്ന ഒരാളുടെ ഏറ്റവും വലിയ സംഭവമാണ്. എപ്പോഴും ആളുകളുടെ ഇടയിൽ ഈ ഹെയ്റ്റ്രഡ് എന്ന് പറയും, ഈ വിദ്വേഷം പരത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിനെന്താണ് ചെയ്യുന്നത്? അതിന് ഇപ്പോൾ അവരെല്ലാവരും ചെയ്യുന്നത് ആധുനികമായ സങ്കേതങ്ങളെ കൂട്ടുപിടിക്കുകയാണ്. ഇപ്പോൾ നോവൽ ഹരാരെയുടെ ഏറ്റവും പുതിയ പുസ്തകം നെക്സസിലൊരു കാര്യം പറയുന്നുണ്ട്. മ്യാൻമാറിൽ, അതായത് നമ്മുടെ പഴയ ബർമ്മയിൽ രോഹിംഗ്യൻ മുസ്ലിങ്ങളെ കംപ്ലീറ്റ് എവിക്റ്റ് ചെയ്ത് തുടങ്ങും. നാട് വിട്ട് ഇന്ത്യയിലുണ്ട് കുറേ പേര്, വേറെ കുറേ പേര് പല രാജ്യങ്ങളിലായിപ്പോയി. ഒരു രാജ്യത്തെ ഒരു മൈനോറിറ്റി, ഒരു ചെറിയ മൈനോറിറ്റിയാണ്, ആ മൈനോറിറ്റിക്കെതിരായിട്ട് വലിയ ആക്രമണങ്ങൾ നടന്നു. ഒരുപാട് പേര് കൊല ചെയ്യപ്പെട്ടു, സ്ത്രീകൾ അധിക്ഷേപിക്കപ്പെട്ടു, വീടുകൾ കത്തിക്കപ്പെട്ടു. എന്താണെന്നറിയാം? ഹരാരെ പറയുന്നത് ഫേസ്ബുക്കാണ് ഈ കുഴപ്പമുണ്ടാക്കിയെന്നാണ്. അതായത് ആൽഗരിതം ഡ്രിവൺ ഇൻഫർമേഷൻ നെറ്റ്വർക്ക് എന്ന് പറയും. ആൽഗരിതമാണ്, ഇൻഫർമേഷൻ ആൽഗരിതമാണ്. അപ്പോൾ ഒരു ആൽഗരിതം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഫേസ്ബുക്ക്. അവർക്ക് ഒറ്റ കാര്യമുള്ളൂ, മാക്സിമം എൻഗേജ്മെൻറ്റ്, കൂടുതൽ ആളുകളിലേക്ക് ഫേസ്ബുക്കിൻ്റെ റീച്ച് എത്തുക. നിങ്ങളെപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ നല്ല കാര്യം വല്ലതും പറഞ്ഞാൽ പോവോ? നല്ല കാര്യം വല്ലതും നിങ്ങളിട്ടിട്ട് അടിയിൽ ലൈക്ക് നോക്കി ഒന്നും ഉണ്ടാവില്ല. നിങ്ങളൊരു ദൂഷ്യപ്പെട്ട് നോക്ക്, ആർക്കെങ്കിലും എതിരായിട്ട് ഒരു അപവാദം ഇട്ട് നോക്ക്, അത് തീ പിടിക്കുന്ന പോലെ പോകും. അപ്പോൾ ഈ രോഹിംഗ്യൻ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള സംഭവം, അവർക്കെതിരായിട്ടുള്ള ഈ ക്യാമ്പയിൻ, അവർ ഭയങ്കര കൊലപാതകികളാണ്, കള്ളന്മാരാണ്, ദുഷ്ടന്മാരാണ്, നമ്മുടെ സ്ത്രീകളെ മോശമായിട്ട് ചെയ്യുന്നവരാണ് എന്ന് തുടങ്ങിയ മിസ് ക്യാമ്പയിൻ FBയിലൂടെ വന്നു. FB അതിനെ പ്രൊമോട്ട് ചെയ്തു, ഫേസ്ബുക്ക്. കാരണം എന്താ? FBയുടെ മാനേജറോ മുതലാളിയല്ല, FBയെ കൺട്രോൾ ചെയ്യുന്ന ആരാ? ആൽഗരിതം ഡ്രിവൺ ഇൻഫർമേഷൻ നെറ്റ്വർക്കാണ്. അവനോട് പറഞ്ഞിരിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, മാക്സിമം എൻഗേജ്മെൻറ്റ്. അപ്പോൾ ഒരു വിഭാഗം ജനങ്ങൾക്കെതിരായിട്ടുള്ള ദുഷ്പ്രചരണം മാക്സിമം എൻഗേജ്മെൻ്റായി അതിനെ വീണ്ടും പ്രൊമോട്ട് ചെയ്ത് അവർക്കെതിരായിട്ട് മെജോറിറ്റി കമ്മ്യൂണിറ്റി അക്രമം അഴിച്ചുവിട്ട് വ്യാപകമായി ആയിരക്കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെട്ടു, നാട് കടത്തപ്പെട്ടു. അപ്പോൾ പുതിയ ഈ സോഷ്യൽ മീഡിയ ഹാൻഡിൽ എങ്ങനെ വേണമെങ്കിലും മിസ്യൂസ് ചെയ്യപ്പെടാം എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് റോഹിംഗ്യൻ വിഷയം മാറുന്നത്. പിന്നെ ഇതുപോലെ തന്നെ നോബൽ പ്രൈസ് കിട്ടിയ മരിയ റേസ എന്ന് പറയുന്ന പത്രപ്രവർത്തക ഫിലിപ്പൈൻസിലെ, അവരൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്, ഹൗ ടു സ്റ്റാൻഡ് അപ്പ് ടു എ ഡിക്റ്റേറ്റർ എന്ന് പറയുന്ന പുസ്തകം. ഫിലിപ്പൈൻസിലെ ഏകാധിപതിയായ ഭരണാധികാരി, സ്ത്രീകളുടെ ഒരു പ്രസ്ഥാനമായിരുന്നു ഇവർ. ഇവരതിനെതിരെ ഫൈറ്റ് ചെയ്തപ്പോൾ അവരെ വല്ലാതെ ടോർച്ചർ ചെയ്ത്, വല്ലാതെ ബുദ്ധിമുട്ടിച്ച് അവരുടെ സ്ഥാപനങ്ങളൊക്കെ അടച്ചുപൂട്ടി. അവർ സോഷ്യൽ മീഡിയയെക്കുറിച്ച്, ഈ പുതിയ കാലഘട്ടത്തിലെ ഏകാധിപതികളായ ഭരണാധികാരികൾ ഈ സോഷ്യൽ മീഡിയയെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് അവരൊരു റിസർച്ച് നടത്തി. അതിൽ ഇന്ത്യയിലെ നരേന്ദ്രമോദിയെക്കുറിച്ചുണ്ട്, ട്രംപിനെക്കുറിച്ചുണ്ട്, ഫിലിപ്പൈൻസിലെ ഭരണാധികാരിയെക്കുറിച്ചുണ്ട്. അപ്പോൾ ട്രംപിൻ്റെയൊക്കെ ലൈക്ക് നോക്കിക്കഴിയുമ്പോൾ ഒരു 70% ലൈക്ക് വന്നത് ഫിലിപ്പൈൻസിൽ നിന്നാണ് പറഞ്ഞത്. ട്രംപിനെ അറിയോ പോലും ചെയ്യാത്ത ഫേക്കാണ്.
ലൈക്സ്. ഞാൻ ചില ആളുകളിലേക്ക് കണ്ടിട്ടുണ്ട് 15 മില്യൺ ലൈക്സ് എന്ന് പറഞ്ഞാൽ ഇത് ഫേക്കായിട്ട് ഉണ്ടാക്കുകയാണ്. ഇപ്പം നമ്മൾ ഇയാൾ ഭയങ്കര സംഭവമാട്ടോ, ഇയാൾക്ക് 15 മില്യൺ സപ്പോർട്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ 1.5 മില്യൺ സപ്പോർട്ടേഴ്സ് ഉണ്ട്. ആ വി ഡി സതീശൻ്റെ നോക്കിയേ 4 ലക്ഷം പേരേ ഉള്ളൂ ആകെ ലൈക്സ്. ഇയാൾക്കൊന്നും ഒരു ജനപിന്തുണയില്ല. മറ്റത് ഉഗാണ്ടയിലൊക്കെ ഉള്ള ആളുകളാണ് ലൈക്ക് കൊടുക്കുന്നത്. ഫേക്കായിട്ട് ക്രിയേറ്റ് ചെയ്യും. ഇപ്പം നിങ്ങൾ സോഷ്യൽ മീഡിയ നിങ്ങളിപ്പോൾ ഒരു ഹോട്ടലിൽ താമസിക്കാൻ പോകാം. അപ്പോൾ നിങ്ങൾ നോക്കി സോഷ്യൽ മീഡിയ നോക്കി ഹോട്ടലിൽ ചെക്ക് ചെയ്യും. അപ്പോൾ ഒരു ഹോട്ടലിനെ കുറിച്ച് 1200 ഒപ്പീനിയൻ. അപ്പോൾ നിങ്ങൾ അപ്പം തന്നെ തീരുമാനിച്ചു ആ ഹോട്ടലിൽ പോകുള്ളത്. അതിൽ 1150 ഫേക്കാണ്. നിങ്ങളെ മിസ്ലീഡ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ നിങ്ങളൊരു ഫുഡ് ഓർഡർ ചെയ്യണം. അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു ഭയങ്കരമായിട്ടുള്ള അതിൻ്റെ എക്സ്പീരിയൻസ്, ആ ഫുഡ് കഴിച്ചതിനെ കുറിച്ചുള്ള ഭയങ്കര ഡെലീഷ്യസ് ആണ്, കുന്തമാണ്, കുറച്ചൊക്കെ ഒന്നൊക്കെ എഴുതി വെച്ചേക്കാം. നിങ്ങൾ നേരെ ആ ഭക്ഷണം ഓർഡർ ചെയ്യും. അത് വേറൊരു സ്ഥലത്തിരുന്ന് നിങ്ങളെ കൺട്രോൾ ചെയ്യാണ് ഇപ്പോൾ നടക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ അതെല്ലാം വാച്ച് ചെയ്യപ്പെടുകയാണ്, കൃത്യമായി വാച്ച് ചെയ്യപ്പെടുകയാണ്. നിങ്ങൾക്കിഷ്ടമുള്ള മ്യൂസിക്, നിങ്ങൾക്കിഷ്ടമുള്ള സിനിമ, നിങ്ങൾക്കിഷ്ടമുള്ള ആക്ടർ, നിങ്ങൾക്കിഷ്ടമുള്ള ആക്ട്രസ്, നിങ്ങൾക്കിഷ്ടമുള്ള ഭക്ഷണം, അത് വേറൊരു സ്ഥലത്തിരുന്ന് ആളുകൾ മനസ്സിലാക്കുകയാണ്. എന്നിട്ട് നമുക്കിഷ്ടമുള്ള മീഡിയത്തിലൂടെ അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ്. നമ്മൾ അറിയുന്നില്ല. നമ്മൾ കോഷ്യസ് ആയിട്ട് ഇരുന്നാൽ പോലും നമ്മളത് അറിയുന്നില്ല. നമ്മൾ അറിയാതെ നമ്മുടെ തലയിലേക്ക് കയറുകയാണ്. ഈ ഒരു സോഷ്യൽ മീഡിയ സംവിധാനത്തെ ഏകാധിപതികളായ ഭരണാധികാരികൾ എത്ര മനോഹരം എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, എത്ര മനോഹരമായിട്ടാണ് അവരത് ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മളെ മിസ്ലീഡ് ചെയ്യാണ്. അവർക്ക് മിസ്ലീഡ് ചെയ്യാൻ പറ്റും. ഓരോ ഇഷ്യൂവിലും അവർക്ക് വളരെ ഈ ടെക്നോളജിയുടെ സഹായത്തോടു കൂടി നമുക്ക് സഹായിക്കാൻ പറ്റും. അടുത്തത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടി വരികയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂടി വരുമ്പോൾ എൻ്റെ പേടി മുഴുവൻ, ജനാധിപത്യവാദിയുടെ ഒരു പ്രധാനപ്പെട്ട ആകുലത, ഈ പുതിയ ടെക്നോളജിയെ ജനാധിപത്യ വിരുദ്ധരായിട്ടുള്ള ആളുകൾ വല്ലാതെ മിസ്യൂസ് ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ റേ കേഴ്സ്വെല്ലിൻ്റെ ഒരു പുസ്തകമുണ്ട്, സിംഗുലാരിറ്റീസ് നിയർ. അതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് എഴുതിയ ഒരു പ്രധാനപ്പെട്ട പുസ്തകം. അതിൽ പറയുന്നത് ഈ ഡെക്കേഡിൻ്റെ അവസാനം ആകുമ്പോഴേക്കും നമ്മുടെ ഇൻ്റലിജൻസിൻ്റെ ഒപ്പമെത്തും അവരുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അടുത്ത ഡെക്കേഡ് ആകുമ്പോഴേക്കും അതിനെ ബൈപ്പാസ് ചെയ്ത് സൂപ്പർ ഇൻ്റലിജൻ്റ് ആവും. പിന്നെ പറയുന്നത് നമ്മുടെ ബ്രെയിനിനെയും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും കൂടി ഒരു കണക്ടിവിറ്റി ഉണ്ടാവും. എന്നിട്ട് നമ്മുടെ ഈ ബ്രെയിൻ, അതിൻ്റെ ഇൻ്റലിജൻസ് 1 മില്യൺ ഫോൾഡായിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. 1 ദശലക്ഷം. ഞാൻ പറഞ്ഞേ ഇപ്പം തന്നെ നമുക്ക് ഒടുക്കത്തെ ബുദ്ധിയാണ്. ഈ ബുദ്ധി വെച്ച് നമ്മൾ എന്തെല്ലാം കുഴപ്പമാണ് ചെയ്യുന്നത്. അപ്പം ഇത് 1 മില്യൺ ഫോൾഡ്, 1 ദശലക്ഷം പ്രാവശ്യം ഈ ബുദ്ധി ഇൻക്രീസ് ചെയ്ത ഈ ലോകത്ത് എന്തായിരിക്കും സംഭവിക്കാൻ പോണത്? അത് ആദ്യം ഉപയോഗിക്കാൻ പോകുന്നത് ഒരു ഏകാധിപതിയായ ഭരണാധികാരിയാണെങ്കിൽ നമ്മളൊക്കെ ജയിലിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. സുധീറും ചിരിക്കണ്ട, ഉറപ്പായിട്ട് ജയിലിൽ പോകേണ്ട കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. ഒരുപാട് ആളുകൾ ജയിലിൽ പോകും, ഒരു സംശയം വേണ്ട. അവൻ്റെ ഇൻ്റലിജൻസ് ഉപയോഗിച്ചാൽ നമ്മളെ എങ്ങനെ വേണമെങ്കിലും പൂട്ടി പോവാം. അപ്പോൾ ഈ ടെക്നോളജി, ഈ സോഷ്യൽ മീഡിയ, ഇതെല്ലാം ഈ ആളുകൾ, ഈ ഭരണാധികാരികൾ, ഭരണകൂടങ്ങൾ, അവരുടെ ചുറ്റും നിൽക്കുന്ന ഈ കോക്കസ്, അതെങ്ങനെയായിരിക്കും ഉപയോഗിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു ഭയപ്പാട്, വല്ലാത്ത ഒരു ഭയമുണ്ട്. നമ്മൾ ഉപയോഗിക്കപ്പെട്ടു തുടങ്ങി. ഇപ്പോൾ ഇന്ത്യയിൽ നമുക്കറിയാം ഒരു ക്യാമ്പയിൻ, ഫേക്ക് ക്യാമ്പയിൻ നടക്കുകയാണ്. ഫേക്ക് ക്യാമ്പയിൻ. ഹിന്ദുത്വ പോപ്പ് സ്റ്റാർ എന്ന് പറയുന്ന പുസ്തകമുണ്ട്. കുനാൽ പുരോഹിത് എന്ന് പറയുന്ന ഡൽഹിയിലെ പത്രപ്രവർത്തകൻ എഴുതിയ പുസ്തകം, മനോഹരമായ പുസ്തകമാണ്. അപ്പോൾ ഈ നോർത്ത് ഇന്ത്യയിലേക്കുള്ള കവി സമ്മേളനങ്ങളിലും മറ്റേതിലും മറിച്ചിലൊക്കെ പോയി ഇവർ അയക്കുന്ന ആളുകൾ ഈ ഫേക്കായിട്ടുള്ള ക്യാമ്പയിൻ പ്രചരിപ്പിക്കാൻ വേണ്ടി പോകും. അപ്പോൾ അതിലൊരു ക്യാമ്പയിനാണ് 2050 ആകുമ്പോഴേക്കും ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ എണ്ണം ഇന്ത്യയിലെ ഹിന്ദുക്കളെക്കാൾ കൂടുതൽ വരും. അവരിത് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യും. ക്യാമ്പയിനാണ്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ചോ അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ചോ അതിൻ്റെ അതോറിറ്റിയെക്കുറിച്ചോ ഒന്നും ഒരു ചർച്ചയില്ല. ക്യാമ്പയിനാണ്, ഫേക്ക് ക്യാമ്പയിനാണ്. ഫേക്ക് ക്യാമ്പയിൻ പോയി വളരെ വിദ്യാഭ്യാസമുള്ള
വളരെ പ്രധാനപ്പെട്ട ആളുകൾ എന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകൾ വരെ നമ്മളോട് പറയുക. അപ്പം ഞാൻ പറയുന്നത് ലാസ്റ്റ് സെൻസസ് എന്താണ്, റിയാലിറ്റി എന്താണ്? റിയാലിറ്റിയും ഫേക്കും തമ്മിലുള്ള വ്യത്യാസമാണ്. ലാസ്റ്റ് സെൻസസ് 2011 21 സെൻസസ് നടന്നില്ല, കോവിഡ് ആയതുകൊണ്ട്. ആ സെൻസസിൽ പറയുന്നത് ഇന്ത്യയുടെ പോപ്പുലേഷൻ ഡിക്രീസിങ് ടെൻഡൻസിയാണ്, കുറയുകയാണ് പോപ്പുലേഷൻ. അതിൽ 3.1 ഹിന്ദുക്കളുടെ പോപ്പുലേഷൻ കുറയുന്നത്, മുസ്ലിങ്ങളുടെ പോപ്പുലേഷൻ കുറയുന്നത് 5.1. ഹിന്ദുക്കളുടെ പോപ്പുലേഷൻ കുറയുന്നതിനേക്കാൾ വേഗത്തിലാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പോപ്പുലേഷൻ താഴോട്ട് പോകുന്നത്. അതാണ് റിയൽ സ്റ്റാറ്റിസ്റ്റിക്സ്. പക്ഷെ ക്യാമ്പയിൻ എന്താ? 2050 ഇന്ത്യയിലെ ഹിന്ദുക്കൾ 85% ഹിന്ദുക്കളാണ് ഇന്ത്യയിൽ. അവരെ ഓവർടേക്ക് ചെയ്യുമെന്നാണ് പറയണത്. ഈ 10 to 15% മാത്രമുള്ള മുസ്ലിംസ് ജനസംഖ്യയിൽ എണ്ണത്തിൽ അവർ ഒരു ക്യാമ്പയിനാണ്. ഈ ക്യാമ്പയിൻ പോവുകയാണ്. അപ്പം അത് ഹിന്ദു വേറെ, ഹിന്ദുത്വ വേറെ. ഹിന്ദു എന്ന് വെച്ചാൽ ഇറ്റ്സ് എ റിലീജിയൻ, ഇറ്റ്സ് എ കൾച്ചർ, അല്ലേ, ഇറ്റ്സ് എ ബിലീഫ്. ഹിന്ദുത്വ ഈസ് എ പൊളിറ്റിക്കൽ അജണ്ട. ആ പൊളിറ്റിക്കൽ അജണ്ടയ്ക്ക് വേണ്ടി ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ എന്താണ്? മെജോറിറ്റി കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഒരു ഇൻസെക്യൂരിറ്റി. ഇവർ വലിയ കൂടും, അപ്പം നമ്മുടെ സ്വത്ത് പോവും, നമ്മുടെ കട ഇല്ലാതാവും, നമ്മുടെ ജോലി സാധ്യതകൾ നഷ്ടപ്പെടും, നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം നഷ്ടപ്പെടും, ഒരു ഇൻസെക്യൂരിറ്റി. അപ്പം എന്താ? മറ്റവനോടുള്ളൊരു ഹെയ്റ്റ്രഡ്. നമ്മളെ ഓവർടേക്ക് ചെയ്യാൻ പോകുന്ന 80-85% വരുന്ന ഇന്ത്യയിലെ ഹിന്ദുക്കളെ ജനസംഖ്യ കൊണ്ട് ബൈപ്പാസ് ചെയ്യാൻ പോകുന്ന ഒരു കമ്മ്യൂണിറ്റിയോടുള്ള ഒരു വെറുപ്പാണ്, വിഷമാണ് അവിടെ കുത്തിവെച്ചത്. അതാണ് ജനാധിപത്യം ഇല്ലാത്ത ഒരു സ്ഥലത്ത് മനുഷ്യൻ്റെ ഉള്ളിലേക്ക്, നമ്മുടെ സിരകളിലേക്ക്, നമ്മുടെ ധമനികളിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുകയാണ് ഇവർ. വിഷം കുത്തിവെക്കുകയാണ്. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷനിൽ പണ്ട് ഞാൻ ഒബ്സർവറായിട്ട് പോയിട്ടുണ്ട്. എനിക്ക് കൊതി തോന്നിയിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് കാൻഡിഡേറ്റിനോട് ചോദിക്കുന്നത്, വാട്ട് വിൽ ബി യുവർ ഇൻഷുറൻസ് പോളിസി? ആർ യു ഗോയിങ് ടു മേക്ക് എനി അമെൻമെൻറ്റ്സ് ഇൻ യുവർ എക്കണോമിക് ഔട്ട്ലുക്ക്? നിങ്ങളുടെ സാമ്പത്തിക നയത്തിൽ നിങ്ങൾ മാറ്റം വരുത്തുമോ? നിങ്ങൾ ഇൻഷുറൻസ് പോളിസിയിൽ മാറ്റം വരുത്തുമോ? നിങ്ങൾ ഇറാഖിൽ നിന്ന് പട്ടാളത്തെ വിഡ്രോ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലാറ്റിൻ അമേരിക്കൻ പോളിസി എന്താണ്? നിങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ ഇനിയും ആക്രമണം നടത്തുമോ? അപ്പോൾ ഗ്ലോബലായിട്ടുള്ള, ഡൊമസ്റ്റിക് ആയിട്ടുള്ള സാമ്പത്തിക സാമൂഹ്യ കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ, ഭയങ്കര അക്കാഡമിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ആ ചോദ്യത്തിന് ഏറ്റവും മനോഹരമായി മറുപടി പറയുന്ന ഒരാളാണ് അമേരിക്കൻ പ്രസിഡന്റ്. ക്ലാരിറ്റിയോടുകൂടി അയാളോട് ചിലപ്പോൾ ചോദിക്കും, ഇന്ത്യയുമായിട്ടുള്ള ബന്ധം നിങ്ങൾ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയണം, ഇന്ത്യയുമായിട്ടുള്ള ഇതുവരെയുള്ള US-ൻ്റെ റിലേഷൻ എന്താണ്, അതിനെവിടെയെങ്കിലും ദോഷം സംഭവിച്ചിട്ടുണ്ടോ എന്ന് ക്ലാരിറ്റിയോടുകൂടി പറയുന്ന ഒരാളാണ് അമേരിക്കൻ പ്രസിഡന്റ്. അപ്പോൾ എനിക്ക് അസൂയ തോന്നിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു, എന്നായിരിക്കും നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ ഒരു മെറിറ്റോറിയസ് ആയിട്ടൊരു പ്രസിഡൻഷ്യൽ ഇലക്ഷൻ വരാൻ പോകുന്നു, അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ ഇലക്ഷൻ വരാൻ പോകുന്നതെന്ന് ഞാൻ ആലോചിച്ചു. അന്ന് നമ്മുടെ ചെറുപ്പത്തിലാണ്. ഇപ്പം ഇന്നാൾ ട്രംപ് മത്സരിക്കാൻ പോയപ്പോൾ ഇയാൾ പറയണത് എന്താണെന്നറിയോ? ഐ ആം ഗോയിങ് ടു മേക്ക് എ വാൾ ഇൻ ദ മെക്സിക്കൻ ബോർഡർ because all the Mexicans are rapists. I am going to prevent all the Muslims to enter into United States because all the Muslims are extremists. മാറി. അന്നത്തെ അമേരിക്ക അല്ല ഇന്നത്തെ അമേരിക്ക. ഇന്നത്തെ അമേരിക്ക സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസ് റൈസ് ചെയ്ത് അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കി ആളുകളെ ത്രസിപ്പിച്ച്, ആളുകളെ കോരിത്തെരിപ്പിച്ച്, ആളുകളെ വികാരഭരിതരാക്കി, അവരുടെ ദൗർബല്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി അതളന്ന് അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം കൊയ്യാൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഡിവിഷൻസ് ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോളറൈസേഷൻ ഉണ്ടാവും. അപ്പോൾ ജനാധിപത്യ വിരുദ്ധ ശക്തികളുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് ജനങ്ങളുടെ ഇടയിൽ വിഭജനമുണ്ടാക്കി, സ്പ്ലിറ്റ് ഉണ്ടാക്കി പോകുക എന്നത് തന്നെയാണ്. എപ്പോഴും അവർ പോവുക എന്നത് തന്നെയാണ്. അതാണ് അവരുടെ ആയുധം. അവരെപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ മീഡിയ, ഞാൻ നേരത്തെ പറഞ്ഞു, പണ്ട് പ്രിൻ്റ് മീഡിയ മാത്രമേ ഉള്ളൂ 20th സെഞ്ച്വറിയിൽ. ഇപ്പോൾ പ്രിൻ്റ് മീഡിയ പോയി, വിഷ്വൽ മീഡിയ വന്നു, സോഷ്യൽ മീഡിയ വന്നു, ഇപ്പോൾ ക്ലൗഡ് മീഡിയ. അപ്പോൾ ഇപ്പോൾ പ്രിൻ്റ് മീഡിയ അല്ലെങ്കിൽ വിഷ്വൽ മീഡിയ അതെല്ലാം കോർപ്പറേറ്റുകളാണ്. കോർപ്പറേറ്റുകൾ ടേക്ക് ഓവർ ചെയ്തു.
ഇന്ത്യയിൽ മാത്രമല്ല, അക്രോസ് ദ വേൾഡ് കോർപ്പറേറ്റ്. അപ്പോൾ കോർപ്പറേറ്റുകൾക്ക് അവർക്ക് ബിസിനസ് ഇൻട്രസ്റ്റ് ആണുള്ളത് അല്ലേ? അവർക്ക് ഒരു തെറ്റായ കാര്യത്തെ ചൂണ്ടിക്കാട്ടാൻ പറ്റില്ല. ഇപ്പം ഇന്ത്യയിലെ ഭരണകക്ഷിയുടെ ആസ്ഥാനത്ത് നൂറുകണക്കിന് ടി വികൾ ഇങ്ങനെ നിരത്തി വെച്ച് അതിൻ്റെ മുന്നിൽ ഓരോരുത്തരിയ്ക്കുകയാണ്, ഫുൾ ടൈം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു ടി വി ചാനലിൽ, റീജിയണൽ ചാനലിലോ അല്ലെങ്കിൽ നാഷണൽ ചാനലിലോ ഗവൺമെൻറ്റിനെതിരായിട്ടോ ഭരണകക്ഷിക്കെതിരായിട്ടോ ഒരു വാർത്ത വന്നാൽ അപ്പം അവിടെ നിന്ന് വിളി പോവും. ഒന്നിൽ ന്യൂസ് എഡിറ്റർ കേട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഉടമസ്ഥൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഉടമസ്ഥനത് കേട്ടേ മതിയാവും ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ. കേട്ടില്ലെങ്കിൽ ഉടമസ്ഥൻ്റെ വീട്ടിൽ ഇ ഡി കയറും. ഇ ഡി കയറിയാൽ അയാളുടെ ബിസിനസ് സാമ്രാജ്യം, ഇ ഡിക്ക് ഈസിയായിട്ട് ഒരാളുടെ നന്നായി ബിസിനസ് നടത്തുന്ന ഒരാളുടെ ബിസിനസ് പൂട്ടിക്കാൻ പറ്റും വിത്തിൻ 24 hours. ക്രെഡിബിലിറ്റി കളയാം. എല്ലാ ഫയലും കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഒക്കെ എടുത്തുകൊണ്ട് പോയി ബാങ്ക് അക്കൗണ്ട് എല്ലാം ഫ്രീസ് ചെയ്ത ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരന് ഒരു 48 hours സർവൈവ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഒരു കോർപ്പറേറ്റ് ലീഡർഷിപ്പിലുള്ള ഒരു മാധ്യമ സ്ഥാപനത്തിന് എങ്ങനെയാണ് ഫ്രീ ആൻഡ് ഫെയർ മീഡിയ നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നത്? നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ തന്നെ മുതലാളിയുടെ വിളി വരും, ചതിക്കല്ലേ, കുഴപ്പമാക്കല്ലേ, ആ ന്യൂസ് മാറ്റിയേക്ക്, എടുത്ത് കളഞ്ഞേക്ക്, ഇനി ഇതുപോലത്തെ സാധനങ്ങൾ ഇടാൻ പാടില്ല, റിപ്പീറ്റ് ചെയ്യണ്ട, റിപ്പോർട്ടറെ വിളിച്ച് ഇനി ഇതുപോലത്തെ സാധനമായിട്ട് വരണ്ട, അല്ലെങ്കിൽ ഇതുപോലത്തെ സാധനം ഒരു റിപ്പോർട്ടർ കൊണ്ടുവന്നാൽ അത് ഇടാതെ തന്നെ അതെടുത്ത് കൊട്ടയിലേക്ക് ഇടുന്ന ഒരുത്തരായിരിക്കും ന്യൂസ് എഡിറ്ററായിട്ട് ഇരിക്കുന്നത്. അപ്പം മീഡിയ അക്ഷരാർത്ഥത്തിൽ ഞാൻ പറഞ്ഞ കേട്ടോളാം, 20th സെഞ്ച്വറിയുടെ ഫസ്റ്റ് ഹാഫിൽ ഔദ്യോഗിക ജിഹ്വ മാത്രമേ ഉള്ളൂ, ഗവൺമെൻറ്റിൻ്റെ പത്രം മാത്രമേ ഉള്ളൂ, അതിൽ കൂടി കേൾക്കാൻ പറ്റുള്ളൂ. ഇപ്പം അല്ല, ഇപ്പം പ്രൈവറ്റ് കൂടി ഉണ്ട്. പക്ഷേ പുതിയ ഫോർമാറ്റിൽ അതിനെ കൂടി ഔദ്യോഗിക ജിഹ്വാക്കിയിരിക്കുകയാണ്. നിങ്ങൾ പല നാഷണൽ മീഡിയ ശ്രദ്ധിച്ചറിയാം, ഒറ്റ പാറ്റേണാണ് അല്ലേ? അപ്പോൾ ശരിക്കും 20th സെഞ്ച്വറിയുടെ ഫസ്റ്റ് ഹാഫിലുള്ള മീഡിയ പോലെ ആയി ഈ 21st സെഞ്ച്വറിയിലെ ഫസ്റ്റ് ഹാഫിലെ മീഡിയ. വളരെ അപൂർവം ആളുകൾ മാത്രം അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ ചില ശബ്ദം. ഇപ്പോൾ ടെലഗ്രാഫിൻ്റെ അല്ലേ, രാജഗോപാൽ വലിയ ശക്തിയായിട്ട് നിന്നു. അപ്പോൾ അവർക്ക് പോലും രാജഗോപാലിനെ മാറ്റിയില്ല എന്ന് മാത്രമേ ഉള്ളൂ, രാജഗോപാലിൻ്റെ പൊസിഷൻ മാറ്റിയവർ. കാരണം അത് പറ്റിയില്ല. ചില പത്രങ്ങൾ കൺവെൻഷനലായി ജനാധിപത്യ രീതിയെ, ഞാൻ പേരൊന്നും പറയുന്നില്ല, സപ്പോർട്ട് ചെയ്തിരുന്ന ചില മാധ്യമങ്ങൾ നമ്മൾ അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായി. അവരെല്ലാം മന്നവേന്ദ്ര വിളങ്ങുന്നു നിൻമുഖം ചന്ദ്രനെ പോലെ എന്ന് പാടിയ രാജകൊട്ടാരത്തിലെ വിദൂഷകന്മാരെ പോലെ ഭരണകൂടത്തിന് സ്തുതിഗീതങ്ങൾ പാടുന്ന ആളുകളായി മാറി. അപ്പം മീഡിയ ടേക്ക് ഓവർ ചെയ്തു. മീഡിയ എന്ന് പറയുന്നത് എന്താ? നെറ്റ്വർക്കാണ്, ഇൻഫർമേഷൻ നെറ്റ്വർക്കാണ്. ആ ഇൻഫർമേഷൻ നെറ്റ്വർക്കിൻ്റെ പുതിയ കാലമാണ്, പുതിയ കാലം. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ അതിൻ്റെ ഭാഗമാണ്, ക്ലൗഡ് മീഡിയ അതിൻ്റെ ഭാഗമാണ്. അതിനെ എത്രമാത്രം അപകടത്തിലേക്ക് ഇവർ എത്തിച്ചിരിക്കുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചനകളാണ് ലോകത്തെല്ലായിടും നടക്കുന്നത്. മൂന്നാമത്, ഈ വലതുപക്ഷവാദം എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് സാമ്പത്തിക കാര്യങ്ങളില്ല. ആർണോൾഡ് ടോയൻബി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര രസകരമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റാണ്. അതായത് ഓരോ ജനപദങ്ങൾ, ഓരോ രാജ്യങ്ങൾ ഉയർച്ചയിലാണ് താഴ്ചയിലാണ് എന്നെങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത്? ഒരു രാജ്യം ഉയർച്ചയിലാണ്, എന്താണ് അളവുകൾ? ടോയൻബി ഭയങ്കര രസികരായ എഴുത്തുകാരനാണ്, നെഹ്റുവിനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആർണോൾഡ് ടോയൻബി ഇന്ത്യയിൽ വന്നപ്പോഴാണ് പ്രധാനമന്ത്രി പ്രോട്ടോക്കോളൊക്കെ വലിച്ചെടുത്ത് ആർണോൾഡ് ടോയൻബിയെ സ്വീകരിക്കാൻ എയർപോർട്ടിൽ പോയത്. എന്നിട്ട് ആർണോൾഡ് ടോയൻബി നെഹ്റുവിനെക്കുറിച്ചും നെഹ്റു ടോയൻബിയെക്കുറിച്ചും നടത്തിയ മനോഹരമായ പ്രസംഗമുണ്ട്. ഞാൻ കൊച്ചിലെ നെഹ്റുവിൻ്റെ പ്രസംഗങ്ങൾ ശേഖരിച്ചു വെക്കുന്ന കൂട്ടത്തിൽ എൻ്റെ ശേഖരത്തിലുണ്ട്. ഭയങ്കര രസകരമായ പ്രസംഗമാണ്. അപ്പോൾ ടോയൻബി പറയുന്നത് ഒരു രാജ്യം ഉയർച്ചയിലാണ് എന്ന് പറയുന്നത് ആ രാജ്യം ജനാധിപത്യ അവകാശങ്ങൾ, അവരുടെ സ്വാതന്ത്ര്യത്തെ ആരെങ്കിലും വെല്ലുവിളിക്കുമ്പോൾ അതിനെതിരായി പ്രതികരിക്കാനും അതിനെതിരായി ചെറുത്തു നിൽക്കാനും ആ രാജ്യത്തെ ജനങ്ങൾക്ക് കരുത്തുണ്ടെങ്കിൽ ആ രാജ്യം ഉയർച്ചയിലാണെന്ന് പറയാം. എപ്പോഴാണ് താഴ്ചയിലാവുന്നത്? ഏതെങ്കിലും ഒരു വിഭാഗം, ചിലപ്പോൾ ധനികരായിരിക്കും,
കോർപ്പറേറ്റുകളെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു, ധനികരായിരിക്കും. അല്ലെങ്കിൽ മതപരമായ മെജോറിറ്റി ഉണ്ട്, ഭൂരിപക്ഷ മതത്തിൻ്റെ ഇതുകൊണ്ട് ഒരു വിഭാഗം മാത്രം ഭരണം കയ്യിലെടുത്ത് ഇതില്ലാത്ത ആളുകളെ, അവരുടെ ജാതിയിൽപ്പെടാത്ത, അവരുടെ മതത്തിൽപ്പെടാത്ത, അവരുടെ വംശത്തിൽപ്പെടാത്ത ആളുകളെ പീഡിപ്പിക്കുകയും ധനികരായ ആളുകൾ രാജ്യത്തിൻ്റെ പൊതുമുതൽ കൊള്ളയടിക്കുകയും ചെയ്യുമ്പോൾ ഇത് രണ്ടും സംഭവിക്കും. അപ്പോൾ ആ രാജ്യം താഴ്ചയിലാണെന്ന് പറയും. ആർണോൾഡ് ടോയൻബിയുടെ ഈ അളവുകോൽ വെച്ച് ഇന്ത്യ ഉയർച്ചയിലാണോ താഴ്ചയിലാണോ എന്ന് നിങ്ങൾ തന്നെ പരിശോധിക്കുക. ആണ് എൻ്റെ ആകുലതകളാണ് പരിശോധിക്കുക. ജനാധിപത്യ സംവിധാനത്തിൽ എന്താ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഇക്വിറ്റബിൾ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, സമ്പത്തിൻ്റെ നീതിപൂർവമായ വിതരണം. ഇപ്പോൾ നമ്മൾ പറയും പോളിസിയൊക്കെ ചേഞ്ച് ചെയ്തപ്പോൾ മൻമോഹൻ സിംഗ് ഇല്ല. മൻമോഹൻ സിംഗ് ലിബറലൈസേഷൻ കൊണ്ടുവന്ന ആളാണ്, എക്കണോമിക് റീഫോംസ് കൊണ്ടുവന്ന ആളാണ്. അദ്ദേഹം നെഹ്റുവിയൻ പോളിസിയിൽ നിന്ന് കുറേ മാറി. അത് കഴിഞ്ഞിട്ട് നമ്മൾ പണം ഉണ്ടാക്കി. നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു. ഗ്ലോബൽ പ്രഷറാണ്. പുതിയ റീഫോംസിൻ്റെ കൂടെ അല്ലാതെ നിൽക്കാൻ പറ്റില്ല. കാരണം എക്കോണമി ഗ്ലോബൽ ഇക്കോണമിയായി. നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ വെൽത്ത് ക്രിയേറ്റ് ചെയ്തു. നമ്മുടെ ഇൻകം ടാക്സ് കൂടി, നമ്മുടെ എക്സൈസ് ഡ്യൂട്ടി കൂടി, നമ്മുടെ ഖജനാവ് നിറഞ്ഞു. അപ്പോഴാണ് പ്രധാനപ്പെട്ട ചോദ്യം, ഖജനാവ് നിറഞ്ഞപ്പോൾ ആ പണം എന്ത് ചെയ്തു? ആ പണത്തിൻ്റെ വിതരണം, ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരുന്നു? റീഡിസ്ട്രിബ്യൂഷനാണ് അല്ലേ, പുനർവിതരണമാണ് സമ്പത്തിൻ്റെ. അത് ഇക്വിറ്റബിൾ ആയിരുന്നു, നീതിപൂർവമായിരുന്നു എന്നാണ് ചോദ്യം. അപ്പോഴാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടാക്കി. ഏകദേശം 75,000 കോടി രൂപ കൊടുത്തു. ഇന്ത്യയിലെ വിദൂര ഗ്രാമങ്ങളിലെ സാധാരണക്കാരൻ്റെ വീട്ടിലേക്ക് ആ പണം എത്തി. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ ഉണ്ടാക്കി. ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ആശുപത്രികൾ തുറന്നു, ഡോക്ടർമാർ വന്നു. റൈറ്റ് ടു എഡ്യൂക്കേഷൻ പോളിസി ഉണ്ടാക്കി. വിദ്യാലയങ്ങളില്ലാത്ത ഗ്രാമങ്ങളിൽ വിദ്യാലയങ്ങൾ തുടങ്ങി. 72,000 കോടി രൂപ കർഷകരുടെ കടം എഴുതി തള്ളി. അവർ വലിയ കടബാധ്യതയിലായിരുന്നു. അതാണ് ഇക്വിറ്റബിൾ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, സമ്പത്തിൻ്റെ നീതിപൂർവമായ വിതരണം. അതൊരു ജനാധിപത്യ രാജ്യത്തെ നടക്കുള്ളൂ. ജനാധിപത്യം ഇല്ലാത്ത രാജ്യത്ത്, ജനാധിപത്യത്തെ കൊല ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രാജ്യങ്ങളിൽ സമ്പത്തിൻ്റെ കേന്ദ്രീകരണമാണ്, ഡിസ്ട്രിബ്യൂഷൻ ഇല്ല. സമ്പത്ത് കേന്ദ്രീകരിക്കപ്പെടുകയാണ്, വ്യക്തികളിലേക്ക്, സ്ഥാപനങ്ങളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയാണ്. അപ്പോൾ ഹിൻഡർബർഗിൻ്റെ റിപ്പോർട്ടിൽ അദാനിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് പല വഴികളിലൂടെ ഭരണകൂടത്തിൻ്റെ പിന്തുണയോടുകൂടി കുറേ അധികാര കേന്ദ്രങ്ങൾ സമ്പത്ത് കൊള്ളയടിക്കുകയാണ്, രാജ്യത്തിൻ്റെ സമ്പത്ത് കൊള്ളയടിക്കുകയാണ്. അവിടെ സോഷ്യലിസ്റ്റ് അപ്രോച്ച് ഇല്ല. പണം മുഴുവൻ ഒരു പ്രത്യേക മേഖലകളിൽ കുമിഞ്ഞുകൂടുകയാണ്. പണം എന്ന് പറയുന്നത് സർക്കുലേഷനിലാണ്. ആളുകളുടെ വിനിമയ മാധ്യമമാണ് പണം എന്ന് പറയുന്നത് അല്ലേ. എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളുടെ കയ്യിലേക്കും, നിങ്ങളുടെ കയ്യിൽ നിന്ന് മൂന്നാമൻ്റെ കയ്യിലേക്കും കൈമാറ്റം ചെയ്യപ്പെടേണ്ട വിനിമയ മാധ്യമമാണ് കറൻസി. അത് ഏതെങ്കിലും അലമാരയിലിരുന്ന ഒരു വിലയില്ല അതിന്, പുത്തൂൾ. പക്ഷേ കേന്ദ്രീകരിക്കപ്പെടുകയാണ്. അവരാ പണം വെച്ച് വീണ്ടും രാജ്യത്തെ കൊള്ളയടിക്കുകയും രാജ്യത്തിൻ്റെ വിഭവങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ജനാധിപത്യപരമായ ഒരു ഭരണക്രമത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം മാത്രമല്ല ഉള്ളത്. അഭിപ്രായ സ്വാതന്ത്ര്യവും പൗരസ്വാതന്ത്ര്യവും മനുഷ്യാവകാശങ്ങളും ഉള്ളപ്പോൾ തന്നെ ഈ സാമ്പത്തികമായ നയങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. സമ്പത്തിൻ്റെ നീതിപൂർവമായ വിതരണം ജനാധിപത്യം ഇല്ലാത്ത ഒരു സ്ഥലത്ത് നടക്കില്ല. ഏകാധിപതികൾ ഭരിക്കുന്ന സ്ഥലത്ത് നടക്കില്ല. അവിടെ അങ്ങോട്ട് കേന്ദ്രീകരിക്കപ്പെടും, ഒരു സംശയവും അക്കാര്യത്തിലില്ല. ഇപ്പോൾ ചൈനീസ് ഭരണത്തിൽ പോലും ക്യാപിറ്റലിസം അരങ്ങ് തകർത്ത് വാഴുകയാണ്. ഡെങ് സിയാവോപിങ് പറഞ്ഞതുപോലും അല്ലേ, പൂച്ചയ്ക്ക് ആരും മണികെട്ടു എന്നുള്ളതാണ് പ്രശ്നം. പൂച്ച കറുത്തതായിക്കോട്ടെ വെളുത്തതായിക്കോട്ടെ എന്നാണ്. അപ്പോൾ സോഷ്യലിസം അല്ല, കമ്മ്യൂണിസം അല്ല, ഒന്നുമല്ല, പൂച്ചയ്ക്ക് മണി കെട്ടണമെന്നാണ്. അപ്പോൾ അതിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ റൈറ്റ് എക്സ്ട്രീമിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നയ സമീപനങ്ങൾ, നയരീതികളെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഏറ്റവും നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൈനോറിറ്റി ആയിട്ടുള്ള ആളുകളുടെ സ്വാതന്ത്ര്യങ്ങൾ നിഷേധിക്കപ്പെടുന്നത്.
ഇപ്പം രാജ്യത്ത് ഇപ്പം എല്ലാ മുസ്ലിം ദേവാലയങ്ങളുടെ അടിയിൽ കുഴിക്കാൻ പോവാം. അതായത് പണ്ട് അവിടെ അമ്പലം ഉണ്ടായിരുന്നെന്നാണ്. അപ്പോൾ അത് കുഴിച്ചു നോക്കണം. അപ്പോൾ അയോധ്യയിൽ കുഴിച്ചു തുടങ്ങിയതാണ്. ഇപ്പം അത് വ്യാപകമായി രാജ്യത്ത് പല സ്ഥലത്തും കുഴിച്ചു നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുക. അപ്പോൾ ഒരു വിഭാഗം ജനതയിൽ അതുണ്ടാക്കുന്ന ഇൻസെക്യൂരിറ്റി എന്താ? ഈ മുസ്ലിങ്ങൾ മാത്രമാണ്. ക്രൈസ്തവർക്കെതിരായി രാജ്യത്ത് എല്ലായിടത്തും വലിയ തോതിൽ ആക്രമണങ്ങൾ നടക്കുകയാണ്. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് 681 സ്ഥലങ്ങളിലാണ് ഈ വർഷം മാത്രം ആക്രമണം നടന്നത്. ഏകദേശം ഇപ്പോൾ 13,000 ഇൻസിഡൻസാണ് ക്രൈസ്തവർക്ക് നേരെ നടന്നത്. ക്രിസ്മസ് ആരാധനാക്രമം തടസ്സപ്പെടുത്തുക, പ്രാർത്ഥനാ കൂട്ടായ്മകളെ തടസ്സപ്പെടുത്തുക, അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കടന്നു കയറുക, അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ടേക്ക് ഓവർ ചെയ്യുക. ഇപ്പം സ്റ്റാൻ സ്വാമി എന്ന് പറയുന്ന വന്ധ്യവയോധികനായ ഒരു വൃദ്ധൻ എന്താ ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ് ജയിലിലാക്കി. എന്ത് നീതിന്യായ വ്യവസ്ഥയിൽ പരോൾ പോലും കിട്ടിയില്ല. കൊടിസുനിക്ക് പരോൾ കിട്ടുന്ന രാജ്യമാണ്. പക്ഷേ ഫാദർ സ്റ്റാൻ സ്വാമിക്ക് പരോൾ കിട്ടിയില്ല. ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിച്ചെന്ന പാർക്കിൻസൺ ആയിരുന്നു അദ്ദേഹത്തിന്. അതായത് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ പറ്റില്ല ജയിലിൽ. ഒരു സ്ട്രോ ചോദിച്ചു കൊടുത്തില്ല വെള്ളം കുടിക്കാൻ, കൈ വിറച്ചിട്ട് കുടിക്കാൻ പറ്റില്ല. ആ വൃദ്ധനായ പുരോഹിതൻ കൊല ചെയ്യപ്പെട്ടാണ് ശരിക്ക് ജയിലിൽ ആണ്. രാജ്യത്ത് വ്യാപകമായിട്ട് ആക്രമണം നടക്കുകയാണ്. ഇപ്പോൾ ക്രൈസ്തവർക്കെതിരായിട്ട് 12 സംസ്ഥാനങ്ങളിൽ ആൻറ്റി കൺവേർഷൻ ലോ പാസ്സാക്കിയിരിക്കുക. ഒരു പരാതിയുമായിട്ട് ചെന്നാൽ പറയും നിങ്ങൾ കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് കേസെടുത്ത് ജയിലിലടക്കുകയാണ്. വ്യാപകമായി ചോദ്യം ചെയ്യപ്പെടുന്നില്ല. ആൻറ്റി കൺവേർഷൻ ലോ എന്ന് രാജ്യം മുഴുവൻ പറയുന്ന സ്ഥലങ്ങൾ ഇത് മിസ്യൂസ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ പ്രാർത്ഥിക്കാനുള്ള, ആരാധിക്കാനുള്ള, ഒരു മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം അപകടത്തിലാവുമ്പോൾ എന്ത് ജനാധിപത്യമാണ്? അതല്ലേ നമ്മുടെ ആകുലതകൾ, നമ്മുടെ സങ്കടങ്ങൾ. മനുഷ്യനെ എല്ലാവർക്കും നമ്മുടെ സെക്യുലറിസം എന്ന് പറയുന്നത് എന്താ? അത് നമ്മുടെ ഡെമോക്രസിയുടെ ഭാഗമാണ്. നമ്മുടെ സെക്യുലറിസം, വെസ്റ്റേൺ സെക്യുലറിസം എന്ന് പറയുന്നത് റിജക്ഷൻ ഓഫ് റിലീജിയനാണ്, മതത്തിൻ്റെ നിരാസമാണ്. ഇന്ത്യൻ സെക്യുലറിസം അതല്ല, ഇൻക്ലൂഷൻ ഓഫ് റിലീജിയനാണ്, മതത്തെ ചേർത്ത് നിർത്തലാണ്. എനിക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ആ മതവിശ്വാസം പ്രചരിപ്പിക്കാനുമുള്ള എൻ്റെ സ്വാതന്ത്ര്യം എനിക്കുള്ളപ്പോൾ മറ്റൊരാൾക്ക് അയാളുടെ മതത്തിൽ വിശ്വസിക്കാനും അയാളുടെ മതപരമായ വിശ്വാസത്തെ പ്രചരിപ്പിക്കാനുമുള്ള അയാളുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുമ്പോൾ, അയാളുടെ നേർക്ക് ആരെങ്കിലും വിരൽ ചൂണ്ടുമ്പോൾ ഞാൻ പോയി അയാളുടെ അവകാശം സംരക്ഷിക്കുമ്പോഴാണ് ഇന്ത്യൻ സെക്യുലറിസം എന്ന് പറയുന്നത് അർത്ഥപൂർണമാവുന്നത്. ഞാൻ എൻ്റെ മതവിശ്വാസം ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് തന്നെ മറ്റൊരാൾക്ക് അങ്ങനെ വിശ്വസിക്കാനുള്ള അയാളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്യണമെന്നാണ്, അല്ലേ? ആ ഫൈറ്റ് ചെയ്യണമെന്നാണ്. അപ്പോഴാണ്, അതാണ് ഇന്ത്യൻ സെക്യുലറിസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതിനല്ലേ, അതിൻ്റെ കടക്കലല്ലേ കത്തിവെക്കുന്നത്. ഐഡിയ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് എന്താ? ഇന്ത്യ എന്നുള്ള ആശയം എന്താ? ഈ വ്യത്യസ്തതകൾ, വിവിധ മതങ്ങൾ, ജാതികൾ, സംസ്കാരങ്ങൾ, ഭൂമികകൾ, ഭക്ഷണം, ഭാഷ, വേഷം, എല്ലാം വ്യത്യസ്തതകൾ. ആ വ്യത്യസ്തതകളിൽ നിന്ന് നമ്മളെ കൂട്ടിയിണക്കുന്ന ഒരു വികാരമുണ്ട്. നമ്മൾ പണ്ട് സ്വാതന്ത്ര്യ സമരകാലത്ത് അതിന് ദേശീയത എന്ന് പറഞ്ഞിരുന്നു. ഇപ്പം എനിക്ക് പേടിയാണ് ആ വാക്കുച്ചരിക്കാൻ. ഇപ്പോൾ പറയുന്ന ദേശീയതയും സ്വാതന്ത്ര്യ സമരകാലത്ത് പറഞ്ഞ ദേശീയതയും തമ്മിൽ കടലും കടലാടിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇന്ന് പറയുന്ന ദേശീയത ഹൈപ്പർ നാഷണലിസമാണ്, തീവ്ര ദേശീയതയാണ്. അത് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലെ ഏകാധിപതികളായ ഭരണാധികാരികൾ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി ഉപയോഗിച്ച നാഷണലിസത്തെ, ഹിറ്റ്ലർക്ക് നാഷണലിസമാണ് പറഞ്ഞിരുന്നത്, ആ നാഷണലിസത്തെ ഇന്ന് അതിതീവ്ര ദേശീയതയാക്കി ഹൈപ്പർ നാഷണലിസമാക്കി പറയുകയാണ്. എല്ലാം ദേശത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറയാം. ഇവനൊരു വാചകം കൂടി പറഞ്ഞാൽ മതി, വൺ നേഷൻ, അല്ലേ? എല്ലാം ഒന്നാക്കുക എന്ന് പറയുന്നൊരു പുതിയ രീതി കൊണ്ടുവരികയാണ്. എത്ര കൗശലത്തോടു കൂടിയാണ്, എത്ര ബുദ്ധിയോടുകൂടിയാണ്, എത്ര പ്ലാൻഡായിട്ടാണ് ജനാധിപത്യത്തെ കുഴിച്ചു മൂടുന്നത്. എല്ലാ ജനാധിപത്യ അവകാശങ്ങളെയും എത്ര ശ്രദ്ധയോടുകൂടിയാണ് ഇല്ലാതാക്കുന്നത്. ചരിത്രം നാം നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചരിത്രത്തിലേക്ക്
നമ്മൾ നടന്നുപോയി ചരിത്രത്തിലുണ്ടായ അനുഭവങ്ങൾ അല്ലെങ്കിൽ ചരിത്ര വായനയിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന അറിവുകൾ എന്തിനാ അത് വരാനിരിക്കുന്ന കാലത്തേക്ക് നമുക്ക് നടന്നു പോകാൻ ഉള്ള നമ്മുടെ ആത്മവിശ്വാസവും പിൻബലവുമാണ്. ചരിത്രത്തിൽ നിന്ന് നമ്മൾ എടുത്ത യാഥാർത്ഥ്യങ്ങൾ, ചരിത്ര വസ്തുതകൾ, ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ആ ചരിത്രം തന്നെ വളച്ചൊടിക്കുകയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ അല്ലെങ്കിൽ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ സൃഷ്ടിയിൽ നിർണായകമായ പങ്കുവഹിച്ച പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ വിസ്മൃതിയിലാഴ്ത്തുന്ന ചരിത്ര രചനകൾ നടക്കുകയാണ്. അങ്ങനെ ഒരാളില്ല. അതിന് വരെ പുതിയ ആളുകളുടെ പേരുകൾ വരികയാണ്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലഘട്ടത്തിൽ ആ പരിസരത്ത് കൂടി പോലും നടന്നു പോകാത്ത ആളുകളുടെ പേരുകൾ ഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും സ്ഥാനത്ത് പ്രതിഷ്ഠിക്കപ്പെടുകയാണ്. ഞാൻ അവരുടെ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല, പ്രതിഷ്ഠിക്കപ്പെടുകയാണ്. അപ്പം ചരിത്രത്തെ വളച്ചൊടിക്കുകയും ഭരണാധികാരികൾ അവർക്കിഷ്ടമുള്ള രീതിയിൽ ചരിത്ര നിർമ്മിതികൾ നടത്തുകയും ചെയ്യുകയാണ്. അവർ പുതിയ ജനറേഷനിലേക്ക് പെനട്രേറ്റ് ചെയ്യാം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഴി, കരിക്കുലം വഴി, സിലബസുകൾ വഴി അവരുടെ മസ്തിഷ്കത്തിലേക്ക്, ഞാൻ പറഞ്ഞല്ലോ ഈ ജനാധിപത്യ വിരുദ്ധതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നത്തെ ഇതിൽ ബ്രെയിൻ വാഷിംഗ് ആണ്. നമ്മളറിയാതെ നമ്മുടെ ചിന്തകളെ, നമ്മുടെ സമീപനങ്ങളെ, നമ്മുടെ കാഴ്ചപ്പാടുകളെ മുഴുവൻ ഇവർ നിയന്ത്രിക്കുന്ന ഒരു തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ് അവർ. അതിനെ മുഴുവൻ ഒരു എക്സ്റ്റേണൽ ഏജൻസി, ഒരു ബാഹ്യ ഏജൻസി നമ്മളറിയാതെ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന തലത്തിലേക്ക് ഈ പുതിയ സാങ്കേതിക വിദ്യയും ഈ സോഷ്യൽ മീഡിയയും എല്ലാം അവർ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അതാണ് ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്ന് ഞാൻ കരുതുകയാണ്. ഈ അപകടം നമ്മൾ അറിയാതെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ആ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും ഭീതിതമായ ഓർമ്മകളിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ മഹിതമായ പാരമ്പര്യം, ലോകത്ത് ഓരോ രാജ്യങ്ങൾക്കുമുള്ള പ്രത്യേകതകൾ, സവിശേഷതകൾ അതിനെ മറികടക്കുകയാണ്. അപ്പം ഇവർ എപ്പോഴും ഒരു അസ്വസ്ഥത ഉണ്ടാക്കാൻ നോക്കും. ഒരിക്കലും പീസ്ഫുള്ളായ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ നോക്കില്ല. ഇപ്പം ഞാൻ പറയാം, ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയത, ന്യൂനപക്ഷ വർഗീയത ഇന്ത്യയിൽ വലിയ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. ഈ ഭൂരിപക്ഷ വർഗീയതയുടെ നിലനിൽപ്പ് എങ്ങനെയാണ്? ന്യൂനപക്ഷ വർഗീയത ആളിക്കത്തിയാൽ മാത്രമേ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് നിലനിൽപ്പുള്ളൂ. ന്യൂനപക്ഷ വർഗീയത നിൽക്കണമെങ്കിൽ ഭൂരിപക്ഷ വർഗീയവാദികൾ കുഴപ്പമുണ്ടാക്കിയാലേ ന്യൂനപക്ഷ വർഗീയതയുടെ നിലനിൽപ്പ്. അപ്പോൾ പരസ്പരം പാലൂട്ടി വളർത്തുന്ന ശത്രുക്കൾ എന്ന് പറഞ്ഞിട്ട് MK മുനീറിൻ്റെ ഒരു പുസ്തകമുണ്ട്, ഡോക്ടർ MK മുനീറിൻ്റെ. കറക്റ്റാണ്. ഇവർ കണ്ടു കഴിഞ്ഞാൽ വ്യത്യസ്ത ചേരിയിലാണെന്ന് തോന്നും, നമുക്ക് തമ്മിൽ പോരടിക്കുകയാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇവരുടെ രണ്ടു കൂട്ടരുടെയും നിലനിൽപ്പ് പരസ്പര ആശ്രയത്തോടു കൂടിയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക. ഒരാളില്ലാതായാൽ മറ്റയാളില്ല, മറ്റയാളുടെ പ്രസക്തി പോയി. നമ്മൾ പറയില്ലേ, നിലനിൽപ്പ് അപകടത്തിലായി ഇയാളില്ലെങ്കിൽ. അപ്പോൾ ഇയാളെ ചൂടാക്കിക്കൊണ്ടിരിക്കുക, അപ്പോൾ മറ്റവനുണ്ടാവും. അപ്പോൾ ഇവർ അരങ്ങ് വാഴുകയാണ്, ഡിവിഷൻ ഉണ്ടാവുകയാണ്, ആളുകളെ ചേരിതിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 80% മെജോറിറ്റി കമ്മ്യൂണിറ്റി ഉള്ളൊരു സ്ഥലത്ത് ചെന്ന് വളരെ ഈസി ആയിട്ട് ഒരു കലാപം ഉണ്ടാക്കാം. ഏതെങ്കിലും ഒരുത്തം പോയി ഒരു ദുഷിപ്പ് പ്രസംഗിച്ചാൽ മതി, അല്ലെങ്കിൽ രാത്രി ഏതെങ്കിലും ദേവാലയത്തിൻ്റെ അകത്തേക്ക് അതൊക്കെയാണ് ഇന്ത്യയിൽ നടക്കുന്നത്. ഒരു ചത്ത പട്ടിയെ, ഒരു നായയുടെ ശരീരം വലിച്ചെറിഞ്ഞാൽ മതി. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും അത് മറ്റേ മതക്കാരാണ് ഇവർ തന്നെ എനിക്ക് ഇട്ടത്, മറ്റേ മതക്കാരാണ് എന്ന് പറഞ്ഞ് ഭയങ്കര സംഘർഷം തുടങ്ങുക. ചിലപ്പോൾ തീവെപ്പ് നടത്തുക, ചിലപ്പോൾ കൊലപാതകമാവുക, വലിയ സംഘർഷങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ പോളറൈസേഷനായി. 80% ആളുകൾ ഒരു സ്ഥലത്തും, 15% ആളുകൾ ഒരു വശത്തും, 5% ആളുകൾ നിഷ്പക്ഷരായും അല്ലെങ്കിൽ വിഭാഗമില്ലാതെയും നിൽക്കും. പോളറൈസേഷൻ ക്ലിയറായി, ജയിക്കാൻ മാറൊന്നും വേണ്ട. ആ തരത്തിലേക്ക് നമ്മുടെ ജനാധിപത്യ ചിന്തകൾ കൂപ്പുകുത്തുന്ന വളരെ അപകടകരമായ ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞ് മതിയാവും. നിയമനിർമ്മാണത്തിലുണ്ട് ഈ കാര്യങ്ങൾ. ഇപ്പം ഞാൻ പറഞ്ഞുതരാം, നെഹ്റുവിൻ്റെ കാലം മുതൽ ഇന്ത്യയിലെ പാർലമെൻറ്റിൽ ലേബർ ലോസ് ഉണ്ടാക്കും, തൊഴിൽ നിയമങ്ങൾ. എന്ന് വെച്ചാൽ
തൊഴിലാളികൾ എന്ന് പറയുന്നത് സമൂഹത്തിലെ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, ഏറ്റവും ബുദ്ധിമുട്ടുള്ള ആളുകൾ അല്ലേ? ആ കാലഘട്ടത്തിലുണ്ടായ എല്ലാ ലേബർ ലോസും തൊഴിലാളിക്ക് വേണ്ടിയിട്ടായിരുന്നു, ലേബർ ഓറിയൻറ്റഡ് ആയിരുന്നു. ഇപ്പോൾ ബോണസ് ആക്ട്, ബോണസ് കൊടുക്കണം, എന്താണ് ഡിസ്പ്യൂട്ട് ആക്ട്, ID ആക്ട്, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്, വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട്, ക്ഷേമനിധികൾ, സംസ്ഥാനങ്ങളിലുണ്ടായ തൊഴിൽ നിയമങ്ങളും കേന്ദ്രത്തിലുണ്ടായ തൊഴിൽ നിയമങ്ങളും, എല്ലാ തൊഴിൽ നിയമങ്ങളും ചൂഷണത്തിൽ നിന്ന് തൊഴിലാളിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള തൊഴിൽ നിയമങ്ങളായിരുന്നു. ഇപ്പോൾ ഉള്ള തൊഴിൽ നിയമങ്ങളാ ആർക്ക് വേണ്ടിയിട്ടാണ്? മുതലാളിക്ക് വേണ്ടിയിട്ട്. 8 മണിക്കൂർ ജോലി എന്ന് പറയുന്നത് നമ്മളൊക്കെ മെയ് 1-ാം തീയതി എന്തൊരു പ്രസംഗമാണ് നമ്മളൊക്കെ ഷിക്കാഗോയിലെ തെരുവീതികളിൽ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രസംഗം തുടങ്ങും നമ്മളെല്ലാം കൂടി. മെയ് 1-ാം തീയതി 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, നേടിയെടുത്ത അവകാശ സമരം പോയി 12 മണിക്കൂറാക്കുക ജോലി. 12 മണിക്കൂറാക്കുവാണ് ജോലി. പുതിയ ലേബർ കോഡ് വരികയാണ്, 12 മണിക്കൂറിലേക്ക് ജോലി പോവുക. 8 മണിക്കൂർ ജോലി 12 മണിക്കൂറാക്കുക, ചെയ്യണം, ചെയ്തേ മതിയാവും. ശമ്പളം എത്ര വരും ഞങ്ങൾ തീരുമാനിക്കും. പുതിയ വ്യവസായ സംരംഭങ്ങളിലൊന്നും തൊഴിലാളി സംഘടനകളൊന്നും വേണ്ട. എനി ടൈം യു മേ ബി സാക്ഡ്. നിങ്ങളെ സാക്ക് ചെയ്യുമെന്നാണ് പറയുന്നത്, ഫയർ ചെയ്യുമെന്നാണ് പറയുന്നത്. പുതിയ സ്ഥാപനങ്ങളിലെല്ലാം ഏത് സമയത്തും എൻ്റെ സ്ഥാപനത്തിൽ എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല, ഞാൻ നിങ്ങളെ ഫയർ ചെയ്യും. യു ഹാവ് നോ റൈറ്റ്സ്. പണ്ടങ്ങനെയാണോ? പണ്ട് നിങ്ങൾക്കൊരു റൈറ്റ് ഉണ്ട് തൊഴിലാളി എന്നുള്ള നിലയിൽ. ഇപ്പം നിങ്ങൾക്ക് യു ഹാവ് നോ റൈറ്റ്, ഒന്നുമില്ല. നിങ്ങൾ പോയി വേറെ വല്ല സ്ഥലത്ത് ജോലി കിട്ടുമെന്ന് നോക്കുക, അത്രയേ ഉള്ളൂ. ഒരു റൈറ്റും ഇല്ല, ഒരു അവകാശവും ഇല്ല. വേണമെങ്കിൽ അതുവരെ ജോലി ചെയ്ത ശമ്പളം കിട്ടിയ ഭാഗ്യം, ഇല്ലെങ്കിൽ അവനെ 10 പ്രാവശ്യം കയറി ഇറങ്ങി. പ്രൊട്ടക്റ്റ് ചെയ്യാനൊരു ബോഡിയില്ല, ഒരു വേദിയില്ല. പിന്നെ ഇപ്പം നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സവിശേഷത എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി അതിനൊരു പവറുണ്ട്. അതിനെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം, എന്തെല്ലാം ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇപ്പം തന്നെ ഒരു ജഡ്ജി പറഞ്ഞില്ലേ, ഉത്തർപ്രദേശിലെങ്ങാണ്ടൊരു ഹൈക്കോടതി ജഡ്ജി അയാളുടെ അഭിപ്രായം പറഞ്ഞു, ഈ മനസ്സിലായില്ലേ, ജാതി മത കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ നമുക്ക് ലാസ്റ്റ് റിസോർട്ടാണ് ജുഡീഷ്യറി. അവിടെ പോലും നീതി കിട്ടുമോ എന്നുള്ള ഭയം ആളുകളുടെ മനസ്സിലുണ്ടാവുകയാണ്, ഇൻസെക്യൂരിറ്റി ഉണ്ടാവുകയാണ്. അപ്പോൾ ജുഡീഷ്യറിയുടെ പവറിനെ ദുർബലപ്പെടുത്തും. ലെജിസ്ലേച്ചർ, നിയമസഭാ സെക്രട്ടറി ഇരിക്കുന്നുണ്ട്. എന്ത് പ്രൊസീജിയറാണ് ഒരു നിയമം നമ്മൾ ആദ്യം ബില്ല് പബ്ലിഷ് ചെയ്യണം. പബ്ലിഷ് ചെയ്ത ആളുകളുടെ ഇടയിൽ ചർച്ച വേണം. ചർച്ച നടത്തി ഫസ്റ്റ് റീഡിങ്, സെക്കൻഡ് റീഡിങ്, തേർഡ് റീഡിങ്, ബില്ല് പാസ്സാക്കുക. ജനാധിപത്യ പ്രക്രിയയാണ്, ഭരണഘടന നൽകുന്ന ജനാധിപത്യ പ്രക്രിയയാണ്. പാർലമെൻറ്റിൽ എങ്ങനെ ഇപ്പോൾ രാവിലെ വരുമ്പോഴാണ് MP-മാർ അറിയുന്ന പുതിയൊരു നിയമം വന്നത്. ഫസ്റ്റ് റീഡിങ്ങും സെക്കൻഡ് റീഡിങ്ങും തേർഡ് റീഡിങ്ങും എല്ലാം കൂടി ഒരുമിച്ച് നടത്തി. ഞങ്ങൾ കളിയാക്കി പണ്ട് പറയും, ഇവിടേക്ക് ഒരു സ്പീഡ് കൂടിയ സ്പീക്കറോട് നമ്മൾ പരാതി വിളിച്ചു പറയും, ഇതെന്താ ദോശ ചുട്ടെടുക്കുകയാണോ എന്ന് ചോദിക്കും. പഴയൊരു ഫ്രേസാണ്, ദോശ ചുട്ടെടുക്കുന്നത് പോലെ നിയമങ്ങൾ പാസ്സാക്കുക എന്ന് പറയുന്നത്. ഇന്ത്യൻ പാർലമെൻറ്റിൽ എന്താ നടക്കുന്നത്? MP-മാരോട് ചോദിച്ചാൽ നാളെ ഇങ്ങനെ ഒരു ബില്ല് വരാൻ സാധ്യതയുണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ MP-മാരോട് ചോദിച്ചാൽ പറയും, ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല, ബില്ല് പബ്ലിഷ് ചെയ്തിട്ടില്ല. പബ്ലിഷ് ചെയ്യാത്ത ബില്ല് പാർലമെൻറ്റിൽ കൊണ്ടുവന്ന് ഈ പാർലമെൻറ്റിൻ്റെ പ്രൊസീജിയറിലൊക്കെ കാണും, വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാനൊക്കെയുള്ള അത്യാവശ്യ ഘട്ടങ്ങളിൽ അങ്ങനെ ചെയ്യാനുള്ള ആ അധികാരം എടുത്തുപയോഗിച്ച് ഇഷ്ടമുള്ള ബില്ല് കൊണ്ടുവന്ന് ഭൂരിപക്ഷപ്രകാരം അങ്ങ് പാസ്സാക്കുകയാണ്. ഇത് മെജോറിറ്റി ഡിക്റ്റേറ്റർഷിപ്പ് എന്നും പറയുന്നു അല്ല, ഒരു പുതിയ വാക്കിങ്ങനെ വന്നിട്ടുണ്ട്, മെജോറിറ്റി, ഭൂരിപക്ഷം കൊണ്ട് തെരഞ്ഞെടുപ്പ്, ഇലക്ട്രൽ ഇതാണ്, മെജോറിറ്റി അല്ല, ഇലക്ട്രൽ ഓട്ടോക്രസി എന്ന് പറഞ്ഞൊരു വാക്ക് പുതിയതായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇലക്ട്രൽ ഓട്ടോക്രസി, ഇലക്ഷനിലൂടെ ജയിച്ചു വന്നിട്ട് ഏകാധിപതി ഭരണം പിടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ മറ്റേ സൈലന്റ് കൂ നടത്തുമോ അല്ലെങ്കിൽ പട്ടാള വിപ്ലവം നടത്തി അധികാരം പിടിച്ചെടുക്കുമെന്നല്ല. അധികാരം പിടിച്ചെടുത്തത് തെരഞ്ഞെടുപ്പിലൂടെ തന്നെ. പക്ഷേ
അധികാരത്തിൽ വന്നിട്ട് ആ ഭൂരിപക്ഷം ഉപയോഗിക്കുന്നത് ഓട്ടോക്രാറ്റിക് ഗവൺമെൻറ്റായി ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റായി മാറേണ്ട പോവാണ്. ഭരണഘടന അവിടെയുണ്ട്, ഭരണഘടനാ തത്വങ്ങളുണ്ട്. ലോകത്ത് ഒരു സ്ഥലത്തും ഇല്ലാത്ത തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിൽ നടത്തിയ ചർച്ചകളുണ്ട്. ആ ചർച്ചകളിൽ എല്ലാ കാര്യത്തെയും കുറിച്ചുള്ള പ്രത്യേകമായ പരിഗണനകളുണ്ട്. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ കൊളാപ്സാണ് നടക്കുന്നത്. അതാണ് വലിയ പേടി. കോൺസ്റ്റിറ്റ്യൂഷണൽ കൊളാപ്സ്, കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾസ് കൊളാപ്സ് ശരിക്കും തകർന്നു വീഴാണ്. ആ പ്രിൻസിപ്പിൾസ്, ആ വാല്യൂസ് തകർന്നു വീഴാണ്. അതിനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഐഡിയ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക്കായ, സെക്യുലറായ, സോഷ്യലിസ്റ്റ് അപ്രോച്ചുള്ള, സമ്പത്തിൻ്റെ നീതിപൂർവമായ വിതരണമുള്ളൊരു മഹത്തായ ഒരാശയമാണ് അല്ലേ? എല്ലാവരും ഒരു കൊടക്കയിൽ നിൽക്കുന്ന മഹത്തായ ആശയമാണ്. നേർവിപരീതമാണ്. ഡെമോക്രാറ്റിക് അല്ല, ഓട്ടോക്രാറ്റിക് ആണ്. സോഷ്യലിസ്റ്റ് അല്ല, റൈറ്റ് എക്സ്ട്രീമാണ്. സെക്യുലർ അല്ല, കമ്മ്യൂണലാണ്. എന്താണ് ഇന്ത്യ എന്നുള്ള ആശയം നമ്മൾ രൂപപ്പെടുത്തിയെടുത്തത് അതിന് വിപരീതമായി നടക്കും. ഇത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഏകാധിപതികളായ ഭരണാധികാരികൾ, പിന്നെ അവർ ഈ വർഗീയത ഉണ്ടാക്കി, വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞതുപോലെ യുദ്ധങ്ങൾ ഉണ്ടാക്കും. യുദ്ധങ്ങൾ, അവർ യുദ്ധം ചെയ്താൽ മതിയാവും. യുദ്ധക്കൊതിയന്മാരാണ്. ചോര കണ്ടാൽ മടുക്കില്ല. യുദ്ധം ചെയ്താലും 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 തീരില്ല. പ്രതികാരം ചെയ്താലും ചെയ്താലും തീരില്ല. എത്ര പേരെ കൊന്നാലും തീരില്ല. കുഞ്ഞുങ്ങളെ കൊന്നാലും തീരില്ല. സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടാലും കുഴപ്പമില്ല. നമ്പറാണ് എത്ര സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടു. ഇപ്പം മണിപ്പൂരിൽ മുതൽ പാലസ്തീനിൽ വരെ നടക്കുന്നത് അതാണ്. നിന്ന് കത്തിക്കുകയാണ് ആളിലെ, ജീവനോടെ കത്തിക്കുകയാണ്. നമ്മുടെ മണിപ്പൂരിൽ ദേവാലയങ്ങൾ കത്തിച്ചു കളയാണ്. സ്ത്രീകൾ ആക്രമിക്കപ്പെടുകയാണ്. എന്താണ് മണിപ്പൂരിലും പാലസ്തീനിലും നടക്കുന്ന വ്യത്യാസം? എന്താ വ്യത്യാസം? എന്താ ഡിഫറൻസ്? എന്താണ്? ഉക്രൈനിൽ റഷ്യ നടത്തുന്ന യുദ്ധം, ഈ യുദ്ധക്കൊതിയന്മാരായിട്ടുള്ള ആളുകളാണ്. എപ്പോഴും ഞാൻ പറഞ്ഞു, അവർക്കൊരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. അവർ ഭീരുക്കളാണ്. പക്ഷേ അവരെപ്പോഴും ബാക്കിയുള്ളവർക്ക് കൂടി ആ ഇൻസെക്യൂരിറ്റി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. സമാധാനത്തോടു കൂടി ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം. ജനാധിപത്യ വാദം എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി കലർന്നതാണ് അല്ലേ? ഈ മതേതരത്വവും ഈ സോഷ്യലിസ്റ്റ് സമീപനവും സമ്പത്തിൻ്റെ നീതിപൂർവമായ വിതരണവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഫ്രീ ആൻഡ് ഫെയർ എലക്ഷൻ, ഫ്രീ ആൻഡ് ഫെയർ മീഡിയ, ഇതെല്ലാം അപകടത്തിലാണ്. അപകടത്തിലാണ്. പലതും ഇല്ലാതായി. നീതി നിഷേധിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, നീതി കിട്ടില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുന്ന തലത്തിലേക്ക്, നീതി കിട്ടില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുന്ന തലത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നു. പക്ഷെ തോറ്റു കൊടുക്കാൻ പറ്റില്ല. ഞാൻ അവസാനിപ്പിക്കുക. തോറ്റു കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ? തോറ്റു കൊടുത്താൽ തീർന്നു. നമ്മൾ ഈ രാജ്യത്തെ ഈ താഴ്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് കൊണ്ടുപോകണം. തെറ്റായ നടപടികളെ നമ്മൾ ചോദ്യം ചെയ്യണം, നമ്മൾ വെല്ലുവിളിക്കണം, നമ്മൾ ചെറുത്തു നിൽക്കണം. അപ്പോൾ ആലോചിച്ചോളണം, ഞാൻ പറഞ്ഞത് അവർ ഭീരുക്കളാണ്, നമ്മളാണ് ധീരന്മാർ. ധീരരായ ആളുകൾ നമ്മളാണ്. ചെറുത്തു നിൽക്കുന്നവരും വെല്ലുവിളിക്കുന്നവരും ചോദ്യം ചെയ്യുന്നവരുമായ നമ്മളാണ് ധീരന്മാർ. അവരാണ് ഭീരുക്കൾ. നമുക്ക് ഭീരുക്കളുടെ വേഷം അണിയേണ്ട ആവശ്യമില്ല. പോരാടുക തന്നെ, ചെറുത്തു നിൽക്കുക തന്നെ, നിലയ്ക്കാത്ത പോരാട്ടത്തിലെ പടയാളികളായി മാറുക. സങ്കടങ്ങളുണ്ട്, ആകുലതകളുണ്ട്. പക്ഷെ സങ്കടപ്പെട്ടിരിക്കാൻ, വിഷമിച്ചിരിക്കാൻ, പ്രയാസപ്പെട്ടിരിക്കാൻ, നിരാശപ്പെട്ടിരിക്കാൻ, പിന്തിരിഞ്ഞോടാൻ, തളർന്നു പോകാൻ പറ്റില്ല. അതാണ് നമ്മുടെ തീരുമാനം. നമ്മൾ ഫൈറ്റ് ചെയ്തേ പറ്റുള്ളൂ. തുടർച്ചയായ പോരാട്ടത്തിലെ പോരാളികളായി മാറണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത്ര നേരം കേട്ടിരുന്നതിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും. അടിയന്തരാവസ്ഥ കാലത്തെ പറ്റി ചോദിച്ചിരുന്നു. ഇന്നലത്തെ നടന്ന ചർച്ചയിൽ കാര്യമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഭരണഘടന ഭേദഗതികളെ പറ്റി പറഞ്ഞു. അപ്പോൾ അതൊക്കെ എങ്ങനെ ഇന്ത്യ മുന്നണിയിൽ ഉള്ള ഗോവിന്ദ മാസ്റ്ററോടാണ് ചോദിച്ചത്. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ അതിനെ കൊണ്ടുപോകാൻ പറ്റും, ആ ഒരു കാര്യം ചോദിച്ചിരുന്നു. പിന്നെ കുടുംബവാഴ്ചയെ പറ്റി
ഇന്നലെ ചർച്ച നടന്നിരുന്നു. കാര്യം അതിനെ കോൺഗ്രസ് ഒരുപാട് പേരെ ഒതുക്കി, ഒരുപാട് കഴിവുള്ള ആൾക്കാരെ ഒതുക്കി എന്നുള്ള രീതിയിൽ എപ്പോഴും കേൾക്കുന്നതാണ്. പിന്നെ മോഡറേറ്ററായിട്ടുള്ള ജോൺ ബ്രിട്ടാസ് സാർ ആയതുകൊണ്ട് തന്നെ കുറേയേറെ കാര്യങ്ങൾ ശരിക്കും വളരെ ഞാനത് പറയുന്നില്ല, അത് ഒരുപക്ഷെ അറിയാമായിരിക്കും. അപ്പോൾ പിന്നെ രമേശ് ചെന്നിത്തല സാർ ഇന്നലെ വന്നു. അപ്പോൾ കേന്ദ്രത്തിലല്ല, ഇപ്പോൾ കേരളത്തിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുന്നതിൽ സന്തോഷം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അത് ചിലപ്പോൾ സാറിന് അത് മനസ്സിലായി കാണും. പിന്നെ സാറ് പറഞ്ഞ സാമ്പത്തിക കേന്ദ്രീകരണം എന്ന് പറഞ്ഞ കാര്യം, അതും ഇന്നലെ വിഷയത്തിൽ പറഞ്ഞു. അല്ല, ഞാൻ ഇത്രയും സൂചിപ്പിച്ച ഞാൻ ഇന്നിപ്പോൾ സംസാരിച്ച ഒരു ജനാധിപത്യവാദിയുടെ ആകുലതകൾ ഇന്നലെ 3 രാഷ്ട്രീയ നേതാക്കന്മാർ ഈ വേദിയിലിരുന്ന് ചർച്ച ചെയ്ത് അവരങ്ങോട്ടും ഇങ്ങോട്ടും മറുപടി പറഞ്ഞു. ഇന്ന് വന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ആ ചർച്ച കേട്ടില്ല. ഞാൻ ഇന്ന് സംസാരിച്ചതിൽ നിന്ന് താങ്കൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഞാൻ ഇന്നലെ ഗോവിന്ദ മാഷ് പറഞ്ഞതിനും രമേശ് ചെന്നിത്തല പറഞ്ഞതിനും ബ്രിട്ടാസ് പറഞ്ഞതിനും ഞാനിവിടെ വന്നിരുന്ന് മറുപടി പറയണത് എന്തിനാ? അത് നിങ്ങൾ അവരോട് ചോദിക്കായിരുന്നില്ലേ? സാമ്പത്തിക കേന്ദ്രീകരണത്തെ പറ്റി പറഞ്ഞിരുന്നു സാർ. അപ്പൊ അത് നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയി സാമ്പത്തിക കേന്ദ്രീകരണം ഇപ്പോൾ ഇന്നലെയും ചർച്ച നടന്നതല്ലേ? ഈ വളരെ കുറച്ച് ചർച്ച വീട് സാറ് അത് പറഞ്ഞല്ലോ, ഇന്ന് വളരെ കുറച്ച് പേരിലേക്ക് സമ്പത്ത് കുമിഞ്ഞു കൂടുന്നതിനെ പറ്റി പറഞ്ഞു. അത് പറഞ്ഞത് നേരത്തെ കോൺഗ്രസിന്റെ സമയത്തും അത് ഉണ്ടായിരുന്നു, ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് അതിന് വന്നത്. അതിനെപ്പറ്റി സാറിന്റെ അഭിപ്രായം പറഞ്ഞാൽ മതി. അത് ഉണ്ടായിരുന്നില്ല, അന്ന് ഉണ്ടായിരുന്നില്ല. നെഹ്റുവിന്റെ കാലത്ത് അത് ഉണ്ടായിരുന്നില്ല, പിന്നീടും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇക്കണോമിക് റീഫോംസ് വന്നു. അപ്പോൾ നെഹ്റുവിയൻ പോളിസിയിൽ നിന്ന് കുറച്ച് ഡീവിയേറ്റ് ചെയ്യേണ്ടി വന്നു. ഇറ്റ് ഈസ് ഓൺലി ബിക്കോസ് ഓഫ് ദി ഗ്ലോബൽ പ്രഷർ. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഒരു ഗ്ലോബൽ ഇക്കോണമിയിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. നമ്മൾ കയറ്റുമതിയും ഇറക്കുമതിയും ഒക്കെ ചെയ്യുന്നൊരു രാജ്യമാണ്. നമ്മൾ ഇക്കണോമിക് റീഫോംസ് ഇന്ത്യനൈസ് ചെയ്തു. അമേരിക്കയിൽ ചെയ്ത പോലെ, യൂറോപ്പിൽ ചെയ്തതുപോലെ, ചൈനയിൽ ചെയ്തതുപോലെ അല്ല ചെയ്തത്. ഇന്ത്യനൈസ് ചെയ്ത് നമ്മൾ സമ്പത്തുണ്ടാക്കി. ഞാൻ പറഞ്ഞല്ലോ, വി ക്രിയേറ്റഡ് വെൽത്ത്, വി ക്രിയേറ്റഡ് ജോബ്സ്. ഓപ്പൺ ചെയ്തു, പലതും ചെയ്തിട്ട് ആ പണം എന്ത് ചെയ്തു എന്നാണ് പ്രധാനം. അതാണ് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തത്. റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, സമ്പത്തിൻ്റെ നീതിപൂർവമായ വിതരണം തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിലൂടെ, NRHM-ലൂടെ സാധാരണക്കാരൻ്റെ വീടുകളിലേക്ക് എത്തിച്ചു. അതാണ് ഒരു ഗവൺമെൻറ് ചെയ്യേണ്ടത്. അപ്പോൾ നെഹ്റുവിയൻ പോളിസിയിലേക്ക് അത് മടങ്ങി വന്നു. ഇപ്പോൾ കാണിക്കുന്ന പോലെയല്ല, ഇപ്പോൾ അത് കേന്ദ്രീകരിക്കുകയാണ്. ആ റീഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നില്ല. അതൊരു റൈറ്റ് എക്സ്ട്രീം അപ്രോച്ചാണ്. ജനാധിപത്യ വിരുദ്ധതയുടെ ഒരു ഭാഗമാണ് ഈ സമ്പത്തിനെ കേന്ദ്രീകരിക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യ ഉണ്ടായ സമയത്ത് നമ്മൾ പ്രൈവറ്റൈസേഷൻ ഉണ്ടായിരുന്നില്ല കാര്യമായിട്ട്. കാരണം അന്ന് പ്രൈവറ്റ് സെക്ടർ വാസ് നോട്ട് കോമ്പീറ്റൻറ്റ് ടു ബിൽഡ് വലിയ ഇൻഡസ്ട്രീസ് ഒക്കെ ചെയ്യാനൊരു കോമ്പീറ്റൻ്റ് ആയില്ല. അപ്പോൾ നെഹ്റുവിൻ്റെ കാലത്ത് നവരത്ന ഉൾപ്പെടെയുള്ള വലിയ പബ്ലിക് സെക്ടറുകൾ കൊണ്ടുവന്നു. ഇപ്പോൾ പബ്ലിക് സെക്ടറുകൾ റൺ ചെയ്യുന്നതിൽ വലിയ പരാജയമുണ്ടായിട്ടുണ്ട്. പബ്ലിക് സെക്ടറുകൾ വലിയ ബാധ്യത ഖജനാവിനുണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇല്ലേ? വലിയ പരാജയമായി പലപ്പോഴും മാറിയിട്ടുണ്ട്. അപ്പോൾ പ്രൈവറ്റ് സെക്ടർ കോമ്പീറ്റൻ്റായി അവരും കൂടി രംഗത്തേക്ക് വന്നു. നല്ല കോമ്പറ്റീഷൻ ഉണ്ടായി, നല്ല പ്രോഡക്റ്റുകളുണ്ടായി. കോമ്പറ്റീഷൻ ഉണ്ടായപ്പോൾ പ്രോഡക്റ്റിൻ്റെ വില നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റി. അങ്ങനെയല്ലേ രാജ്യം പുരോഗതിയിലേക്ക് പോകുന്നത്. നമ്മൾ ഹരിതവൽക്കരണം ഉണ്ടായി, നമ്മൾ സെൽഫ് റിലയൻ്റായി ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ. വ്യാവസായികമായി നമ്മൾ കുറേ പുരോഗതി പ്രാപിച്ചു. പിന്നെ ഇപ്പോൾ വേറൊരു ഘട്ടത്തിലേക്ക് പോകുന്നത് അതൊരു ജനാധിപത്യ വിരുദ്ധമായ രീതിയിലെ റൈറ്റ് എക്സ്ട്രീം അപ്രോച്ചാണെന്നാണ് നമ്മുടെ നിലപാട്. ഞാൻ അതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്.